ശ്രീരാമനവമി വരുന്നു. ഇത് ശ്രീരാമൻ ജനിച്ച ദിവസമാണ്. ഈ ദിവസമാണ് ശ്രീരാമനും സീതയും തമ്മിലുള്ള വിവാഹം നടന്നതെന്നും ഈ ദിവസമാണ് രാമന്റെ കിരീടധാരണവും നടന്നതെന്നും പുരാണങ്ങൾ പറയുന്നു. ശ്രീരാമനവമി രാമൻ വളരെ പ്രിയപ്പെട്ടതാണ്. ഈ ശ്രീരാമനവമി വരുന്നതിന് മുമ്പ് ഈ കഥകൾ കേട്ടാൽ മതി, ഈ വീഡിയോ കണ്ടാൽ മതി, ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. രാമനവമിക്ക് മുമ്പ് ഈ കഥകൾ കേൾക്കുന്നവരുടെ എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകും. ശ്രീരാമന്റെ അനുഗ്രഹത്താൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും. നിങ്ങളുടെ ജാതകം മാറും, നിങ്ങളുടെ ദശ മാറും, നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും, രാജയോഗം ലഭിക്കും. നിരവധി ജന്മങ്ങളിലെ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കാണാൻ കഴിയൂ. ശ്രീരാമനവമി എന്നാൽ ശ്രീരാമൻ ജനിച്ച ദിവസമാണ്. ചൈത്രശുദ്ധ നവമി ദിനത്തിൽ കൗസല്യ ശ്രീരാമൻ ജന്മം നൽകി. ഈ ദിവസം രാമനെ ഭക്തിയോടെ പൂജിച്ചാൽ നല്ലത് സംഭവിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഈ ദിവസം സീതാരാമ കല്യാണം നടത്തുന്നു. രാമൻ ഉച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ജനിച്ചത്. 14 വർഷത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ രാമന്റെ കിരീടധാരണവും ചൈത്രശുദ്ധ നവമിയിലായിരുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശ്രീ സീതാരാമ കല്യാണം നടന്നതും ഈ ദിവസമാണെന്നത് ഒരു പ്രത്യേകതയാണ്. ഈ പശ്ചാത്തലത്തിൽ ശ്രീരാമ നവമി ദിനത്തിൽ സീതാരാമ കല്യാണം ഗംഭീരമായി ആഘോഷിക്കുന്നു. ഈ ദിവസം പാനകവും വടപ്പപ്പും വിതരണം ചെയ്യുന്നു. പുരാണങ്ങൾ അനുസരിച്ച് രാമൻ ത്രേതായുഗത്തിൽപ്പെട്ടയാളാണ്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ജനനം നടന്നതെന്ന് ചിലർ പറയുന്നു. ആ സമയത്ത് സൂര്യൻ വളരെ തിളക്കത്തോടെ കാണപ്പെട്ടുവെന്ന് പുരാണങ്ങൾ പറയുന്നു. എന്നാൽ ഈ ശ്രീരാമ നവമിക്ക് മുമ്പ് രാമനാമം എത്ര മഹത്തരമാണെന്ന് പറയുന്ന ഈ കഥ കേട്ടാൽ മാത്രം മതി. ശ്രീരാമന്റെ അനുഗ്രഹത്താൽ എല്ലാ ഐശ്വര്യങ്ങളും സിദ്ധിക്കുകയും രാജയോഗം ലഭിക്കുകയും ചെയ്യും. ശ്രീരാമനാമം വളരെ വിലപ്പെട്ടതാണ്. ഒരു ദിവസം ഹനുമാൻ ശ്രീരാമന്റെ അടുത്ത് ചെന്ന്, ഗുരുദേവ ശ്രീരാമചന്ദ്ര, ജഗത് പ്രഭോ, അങ്ങ് വളരെ മഹാനാണ്, എന്നാൽ ഈ ലോകത്ത് അങ്ങയേക്കാൾ മഹത്തായ മറ്റൊന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ശ്രീരാമൻ, എന്നെക്കാൾ മഹത്തായതോ? അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ ഹനുമാൻ എന്ന് ചോദിച്ചു. അതിന് ഹനുമാൻ, രാമപ്രഭോ, അങ്ങയേക്കാൾ മഹത്തായ ഒന്നുണ്ട്, അത് അങ്ങയുടെ നാമമാണ് എന്ന് പറഞ്ഞു. ശ്രീരാമൻ, ആ വാക്ക് ഇപ്പോൾ തെളിയിക്കുമോ ഹനുമാൻ എന്ന് ഹനുമാനോട് ചോദിച്ചു. ആ വാക്ക് കേട്ട ഹനുമാൻ, തീർച്ചയായും ഞാൻ പറയാം, കേൾക്കൂ പ്രഭോ. അങ്ങയുടെ കാരണം അയോധ്യവാസികൾക്ക് മോക്ഷം ലഭിച്ചു. അങ്ങയുടെ നാമം കാരണം 3 ലോകങ്ങളിലെയും ആളുകൾക്ക് മോക്ഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് രാമനാമം നിങ്ങളെക്കാൾ മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഹനുമാനിൽ ഒളിഞ്ഞുകിടന്ന അഗാധമായ ഭക്തിയിൽ ശ്രീരാമൻ അതീവ സന്തുഷ്ടനായി. ശ്രീരാമചന്ദ്രന്റെ മനുഷ്യരൂപം ദർശിച്ച് അയോധ്യവാസികൾ പുണ്യം നേടി, ആനന്ദിച്ചു, മോക്ഷം പ്രാപിച്ചു. പവിത്രമായ രാമനാമം സ്മരിച്ചും രാമന്റെ രൂപം ധ്യാനിച്ചും മോക്ഷം പ്രാപിച്ചും ധ്യാനിച്ചും അനേകം പേർ വിമുക്തരായി ഭവസാഗരം കടന്നുപോകുന്നു. ത്രിലോക് സഞ്ചാരിയായ നാരദൻ ഒരു തവണ ശ്രീഹരിയെ ദർശിക്കാൻ വൈകുണ്ഠത്തിലേക്ക് പോയി. ഭക്തിയോടെ നമസ്കരിച്ച്, സ്വാമിൻ, രാമനാമത്തിന്റെ മഹിമയെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. അയ്യോ നാരദ, നിനക്ക് രാമനാമത്തെക്കുറിച്ച് അറിയില്ലേ? അതാ ആ മരക്കൊമ്പിൽ ഒരു തത്തയുണ്ട്, അതിനോട് ചോദിക്കൂ എന്ന് ശ്രീഹരി പറഞ്ഞു. ആജിയെ ശിരസ്സാവഹിച്ച് നാരദൻ മരത്തിനടുത്തേക്ക് പോയി. അപ്പോൾ നാരദൻ, ഓ തത്തേ, രാമൻ എന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയാമോ എന്ന് ചോദിച്ചു. രാമൻ എന്ന ശബ്ദം കേട്ടയുടൻ ആ തത്ത മരത്തിൽ നിന്ന് താഴെ വീണ് പ്രാണൻ വെടിഞ്ഞു. അതെന്താ, രാമൻ എന്നാൽ പ്രാണൻ പോകുക എന്നാണോ അർത്ഥം? ഇങ്ങനെ സംഭവിച്ചതെന്താണെന്ന് വീണ്ടും ശ്രീ മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തത്തയോട് ചോദിച്ചപ്പോൾ അത് ഉടൻ താഴെ വീണ് പ്രാണൻ വെടിഞ്ഞു. ആ തത്തയുടെ മരണത്തിന് ഞാൻ കാരണക്കാരനാണ്, എത്ര പാപം ചെയ്തു എന്ന് ദുഃഖിച്ചു. ആശ്വസിപ്പിച്ച നാരായണൻ, ദുഃഖിക്കരുത് നാരദ. ഭൂലോകത്തിൽ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ഒരു പശുവിന് ഒരു കിടാവിനെ കിട്ടിയിട്ടുണ്ട്. പോയി ആ കിടാവിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞെങ്കിലും നാരദൻ മനസ്സിൽ ഭയം തോന്നി. തത്തയെപ്പോലെ ആ പശുക്കിടാവും മരിച്ചാൽ ആ ഉടമ തന്നെ ചാട്ടവാറുകൊണ്ട് അടിക്കുമോ എന്ന് വിചാരിച്ചു പോയി. എന്തായാലും രാമനാമത്തിന്റെ മഹിമയുടെ അർത്ഥം അറിയണമെന്ന് വിചാരിച്ച് ആ കിടാവിന്റെ അടുത്തേക്ക് ചെന്ന്, ഓ കിടാവിൻ, രാമൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. തൽക്ഷണം ആ കിടാവും പ്രാണൻ വെടിയുന്നു. വിചാരിച്ചതെല്ലാം സംഭവിച്ചെന്ന് കരുതിയ നാരദൻ അവിടെ നിന്ന് പതിയെ തടിതപ്പി. വീണ്ടും നാരായണന്റെ അടുത്തേക്ക് പോയി, സ്വാമി, പശുക്കിടാവിനും തത്തയ്ക്ക് സംഭവിച്ച അതേ ഗതിയാണ് സംഭവിച്ചത്. ഇതിന്റെ അർത്ഥം ഇത്രമാത്രമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വിഷ്ണു, നാരദ, ഇപ്പോൾ ഒരു മഹാരാജാവിന് ഏറെ നാളുകൾക്ക് ശേഷം ഒരു പുത്രൻ ജനിച്ചിട്ടുണ്ട്. ആ പുത്രനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ദൈവകൽപ്പനയെ എതിർക്കാൻ കഴിയാതെ നാരദൻ പുറപ്പെട്ടു. പക്ഷേ കുറച്ച് ദൂരം പോയി തിരികെ വന്നു. ആ തത്തയ്ക്കും കിടാവിനും ആരുമില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോൾ ആ രാജകുമാരൻ എന്തെങ്കിലും സംഭവിച്ചാൽ സ്ഥിതി എന്തായിരിക്കും? എനിക്ക് അങ്ങയുടെ ദർശനം പോലും ഇല്ലാതാകുമല്ലോ.
സാരമില്ല, എന്ത് സംഭവിച്ചാലും എല്ലാം അങ്ങയുടെ ഭാരമാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് രാജ്യത്തേക്ക് പോകുന്നു. അനന്തരാവകാശി ജനിച്ചതിൽ സന്തോഷിച്ച ആ രാജാവ് നാരദനെ കണ്ട് എല്ലാ ആദരവുകളോടും കൂടി സ്വാഗതം ചെയ്യുന്നു. അങ്ങ് നല്ല സമയത്താണ് വന്നത്. ഏറെ നാളുകൾക്ക് ശേഷം എനിക്കൊരു പുത്രൻ ജനിച്ചു. അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളിൽ ഭയമുണ്ടായിരുന്നിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് നാരദൻ രാജകുമാരനെ കൈകളിലെടുത്തു. തന്റെ സംശയം തീർക്കാനുള്ള സമയം അടുത്തെത്തിയെന്ന് കരുതി, മകനെ രാജകുമാര, ശതമാനം ഭവതി എന്ന് പറഞ്ഞ് വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് മന്ത്രങ്ങളോടൊപ്പം ലയിക്കുന്ന രീതിയിൽ സംസ്കൃതത്തിൽ ഓ രാജകുമാര, രാമ എന്നതിനർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടയുടൻ രാജകുമാരൻ ചിരിക്കുന്നു. അയ്യോ, ഞാൻ രക്ഷപ്പെട്ടു, രാജകുമാരൻ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് നാരദൻ വിചാരിക്കുന്നു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറയുന്നു, ബ്രഹ്മാവിന്റെ മാനസപുത്ര, എല്ലാം അറിയുന്ന അങ്ങേക്ക് രാമനാമത്തിന്റെ അർത്ഥവും മഹിമയും അറിയില്ലേ? ഞാൻ മരത്തിൽ ഒരു തത്തയായിരുന്നപ്പോൾ അങ്ങ് വന്ന് രാമനാമത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. ഒരിക്കൽ രാമനാമം കേട്ടപ്പോൾ എന്റെ ജന്മം സഫലമായി. ഉടൻ തന്നെ ശരീരം ഉപേക്ഷിച്ച് ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ പശുക്കിടാവായി ജനിച്ചു. നിങ്ങൾ അവിടെയും വന്ന് അതേ ചോദ്യം ചോദിച്ചു. രണ്ടാമതും രാമനാമം കേട്ട് ആ ജന്മവും ഉപേക്ഷിച്ച് ഇപ്പോൾ രാജകുമാരനായി ജനിച്ചു എന്ന് പറഞ്ഞു. പക്ഷി, പശുക്കിടാവ്, രാജകുമാരൻ, അതായത് രാമനാമ ശ്രവണത്തിൽ ഇത്രയും മഹത്വമുണ്ടെങ്കിൽ രാമനാമ കീർത്തനം കൊണ്ട് മുക്തി ലഭിക്കുമെന്നതിൽ സംശയമില്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ടാണ് പല ജന്മങ്ങൾക്കു ശേഷം മനുഷ്യജന്മം ലഭിച്ചതെന്നും ഈ ജന്മത്തിൽ അന്ധകരണ ശുദ്ധിക്കും അടുത്ത ജന്മം ഇല്ലാതിരിക്കാനും രാമനാമ കീർത്തനം ചെയ്യണമെന്നും പറയുന്നത്. ഈ പവിത്രമായ കഥ കേൾക്കുന്നതിലൂടെ ജന്മങ്ങളിലെ പാപങ്ങൾ നീങ്ങി കോടി ജന്മങ്ങളുടെ പുണ്യം ലഭിക്കും. അതുപോലെ ശ്രീരാമനവമിക്ക് മുമ്പ് സീതാരാമ കല്യാണം എങ്ങനെ നടന്നു? യഥാർത്ഥത്തിൽ ശിവധനുസ്സും വിഷ്ണുധനുസ്സുകളും എങ്ങനെ വന്നു? അവ എവിടെയാണെന്ന് പറയുന്ന ഈ പുരാണകഥ കേട്ടാൽ മാത്രം മതി, എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങും, നിങ്ങളുടെ ദശ മാറും. അയോധ്യ ഭരിച്ചിരുന്ന രഘുവംശ് രാജാവായ ദശരഥൻ സന്താനങ്ങളില്ലാത്തതിനാൽ രാജഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗത്തിൽ പ്രസന്നരായ ദേവതകൾ ഒരു പായസപാത്രം ദശരഥൻ നൽകി. ആ പാത്രത്തിലെ പായസത്തെ 3 ഭാഗങ്ങളാക്കി ദശരഥൻ തന്റെ ഭാര്യമാരായ കൗസല്യ, സുമിത്ര, കൈകേയി എന്നിവർക്ക് നൽകി. ഒരു ശുഭമുഹൂർത്തത്തിൽ 3 രാജ്യങ്ങളും ഗർഭം ധരിക്കുകയും ചൈത്രശുദ്ധ നവമിയിൽ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർക്ക് ജന്മം നൽകുകയും ചെയ്തു. ശ്രീ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ 7ാമത്തേതാണ് രാമാവതാരം. ശ്രീരാമൻ വളർന്ന് വലുതായി ശിവധനുസ് ഒടിച്ച് സീതയെ വിവാഹം കഴിച്ചു. ആ ശിവധനുസ്സുമായി ബന്ധപ്പെട്ട കഥ നമുക്കിപ്പോൾ കേൾക്കാം. ത്രിപുരാസുരനെ വധിക്കാൻ ശിവൻ ശിവധനുസ് സൃഷ്ടിച്ചു. ശ്രീ മഹാവിഷ്ണുവിന്റെ കയ്യിൽ വിഷ്ണുധനുസ്സുണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ വിഷ്ണുവിനും ശിവനും തമ്മിൽ യുദ്ധം നടന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ ബ്രഹ്മാവ് ആഗ്രഹിച്ചു. സൃഷ്ടാവായ ബ്രഹ്മാവ് ഇരുവരെയും തമ്മിൽ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ശിവൻ പിനാകം എന്ന ശിവധനുസ്സുമായും വിഷ്ണു ശാർംഗം എന്ന വിഷ്ണുധനുസ്സുമായും യുദ്ധത്തിനിറങ്ങി. ഇരുവരും തമ്മിൽ ഘോരയുദ്ധം നടക്കുകയും ലോകങ്ങൾ മുഴുവൻ അസ്വസ്ഥമാവുകയും ചെയ്തപ്പോൾ എല്ലാ ദേവന്മാരും ഭയന്ന് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ബ്രഹ്മാവും എല്ലാ ദേവന്മാരും ചേർന്ന് ശിവനോടും വിഷ്ണുവിനോടും ശാന്തരാകാൻ പ്രാർത്ഥിച്ചപ്പോൾ അവർ ആ യുദ്ധം നിർത്തി. അതിനുശേഷം ശിവൻ തന്റെ ധനുസ്സായ പിനാകി ശിവഭക്തനായ ഒരു രാജാവിന് നൽകി. ആ രാജവംശത്തിൽപ്പെട്ടവനായിരുന്നു ജനക മഹാരാജാവ്. ഒരിക്കൽ ജനകൻ യാഗത്തിനായി ഭൂമി ഉഴുതുമറിക്കുമ്പോൾ ഒരു കനാലിൽ നിന്ന് ഒരു പെൺകുഞ്ഞ് മുകളിലേക്ക് വന്നു. അവൾക്ക് സീത എന്ന് പേരിട്ട് ജനകൻ സ്വന്തം മകളെപ്പോലെ വളർത്തി. ചെറുപ്പത്തിൽ സീത ഒരു ദിവസം പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശിവധനുസിന്റെ താഴെ പോയി. അവൾ അത് അനായാസം കൈകൊണ്ട് ഉയർത്തി. ഈ കാഴ്ച കണ്ട പിതാവ് ജനക മഹാരാജാവ് അന്നു മുതൽ സീതയ്ക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കണ്ടെത്താൻ തീരുമാനിച്ചു. ശിവധനുസ്സിൽ ഞാൻ കെട്ടുന്നവർക്ക് മാത്രമേ സീതയെ വിവാഹം കഴിച്ചു നൽകൂ എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ആ വിവരം അറിഞ്ഞ് നിരവധി രാജകുമാരന്മാർ സ്വയംവരത്തിന് വന്നെങ്കിലും ആ ധനുസ്സിൽ ഞാൻ കെട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ പരാജയപ്പെട്ട രാജാക്കന്മാരെല്ലാം ഒന്നായി ചേർന്ന് ആക്രമിക്കുകയും 1 വർഷത്തോളം നഗരം ഉപരോധിക്കുകയും ചെയ്തു. ജനകൻ ഒന്നും ചെയ്യാൻ കഴിയാതെ ദേവന്മാരോട് പ്രാർത്ഥിച്ചു. അവർ സൈന്യങ്ങളെ അയച്ച് നഗരം ഉപരോധിച്ച രാജകുമാരന്മാരെ തുരത്തി. അതിനുശേഷം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടി ജനകന്റെ അടുത്തേക്ക് വരുന്നു. ജനകൻ അവരെ യാഗശാലയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ജനകൻ തന്റെ കൈവശമുള്ള ശിവധനുസ്സിനെക്കുറിച്ച് വിശ്വാമിത്രനോട് പറയുന്നു. ആ ധനുസ് രാമനെ കാണിക്കാൻ വിശ്വാമിത്രൻ ആവശ്യപ്പെടുന്നു. അത് കൊണ്ടുവരാൻ ജനകൻ ആളുകളെ നഗരത്തിലേക്ക് അയച്ചു. 8 ചക്രങ്ങളുള്ള ഇരുമ്പ് പെട്ടിയിലുണ്ടായിരുന്ന ആ ശിവധനുസ് നഗരത്തിൽ നിന്ന് യാഗശാലയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ രാമൻ, ഇത് ഉയർത്താനും ഞാണേറ്റാനും എനിക്ക് ശക്തിയുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് പെട്ടി തുറന്ന് ധനുസ് മധ്യഭാഗത്ത് പിടിച്ച് അനായാസം ഉയർത്തി ഞാണേറ്റുന്നു. അതിൽ അമ്പ് വെക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഇടിമുഴക്കം പോലെ ശബ്ദത്തോടെ നടുവേ ഒടിഞ്ഞുപോയി.
അപ്പോൾ ജനകൻ അതീവ സന്തോഷവാനായി, സീതയെ ശൂരനായവൻ മാത്രമേ നൽകൂ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ എന്റെ ആഗ്രഹം സഫലമായിരിക്കുന്നു. ഈ യുവാവ് സീതയ്ക്ക് യോഗ്യനാണ്. ഇവരുടെ വിവാഹകാര്യം ഇപ്പോൾ തന്നെ അയോധ്യയിലേക്ക് അറിയിക്കാം എന്ന് പറഞ്ഞു. ജനകന്റെ ദൂതന്മാർ 3 ദിവസം യാത്ര ചെയ്ത് 4-ാം ദിവസം രാവിലെ അയോധ്യയിലെത്തി ദശരഥനോട് ശിവധനുസ് ഒടിച്ച വിവരം പറഞ്ഞ് സീതാരാമന്മാരുടെ വിവാഹത്തിന് വരാൻ അഭ്യർത്ഥിച്ചു. ദശരഥൻ ആ വാർത്ത കേട്ട് വളരെയധികം സന്തോഷിക്കുകയും മന്ത്രിമാരുമായി ആലോചിച്ച് ജനക മഹാരാജാവുമായുള്ള ബന്ധം ഉചിതമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ജനകനും ദശരഥനും കണ്ടുമുട്ടുന്നു. ജനകന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹോദരൻ കുശധ്വജനും ഉണ്ടായിരുന്നു. ദശരഥന്റെ ഭാഗത്തുനിന്ന് വസിഷ്ഠൻ ജനകനോട് ദശരഥന്റെ വംശാവലിയെക്കുറിച്ച് എല്ലാം കൃത്യമായി പറയുന്നു. പിന്നീട് ജനകൻ തന്റെ വംശാവലി ദശരഥനോട് പറയുന്നു. 2 മഹത്തായ വംശങ്ങൾ തമ്മിൽ വിവാഹബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന് അവർ തീരുമാനിക്കുന്നു. ജനക മഹാരാജാവിന് സീത കൂടാതെ ഊർമിള എന്നൊരു മകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ കുശധ്വജൻ മാണ്ഡവി, ശ്രുതകീർത്തി എന്നിങ്ങനെ 2 പെൺമക്കളുണ്ടായിരുന്നു. സീതാരാമന്മാരുടെ വിവാഹ മുഹൂർത്തത്തിൽ തന്നെ ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം കഴിച്ചാൽ നന്നായിരിക്കുമെന്ന് ജനകൻ നിർദ്ദേശിച്ചു. അതിന് ദശരഥനും സമ്മതിച്ചു. ഉത്തര ഫൽഗുണി നക്ഷത്രത്തിൽ മുഹൂർത്തം നിശ്ചയിച്ചു. കല്യാണത്തിനു മുമ്പ് ദശരഥൻ 4 ലക്ഷം പശുക്കളെ ദാനം ചെയ്തു. അന്ന് തന്നെ ഭരതന്റെ അമ്മാവനും വിരുന്നതിനു ശേഷം ഒരു ദിവസം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടി ജനകന്റെ അടുത്തേക്ക് വരുന്നു. ജനകൻ അവരെ യാഗശാലയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ജനകൻ തന്റെ കൈവശമുള്ള ശിവധനുസ്സിനെക്കുറിച്ച് വിശ്വാമിത്രനോട് പറയുന്നു. ആ ധനുസ് രാമനെ കാണിക്കാൻ വിശ്വാമിത്രൻ ആവശ്യപ്പെടുന്നു. അത് കൊണ്ടുവരാൻ ജനകൻ ആളുകളെ നഗരത്തിലേക്ക് അയച്ചു. 8 ചക്രങ്ങളുള്ള ഇരുമ്പ് പെട്ടിയിലുണ്ടായിരുന്ന ആ ശിവധനുസ് നഗരത്തിൽ നിന്ന് യാഗശാലയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ രാമൻ, ഇത് ഉയർത്താനും ഞാൻ കെട്ടാനും എനിക്ക് ശക്തിയുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് പെട്ടി തുറന്ന് ധനുസ് മധ്യഭാഗത്ത് പിടിച്ച് അനായാസമായി ഉയർത്തി ഞാൻ കെട്ടി. അതിൽ അമ്പ് വെക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഇടിമുഴക്കം പോലെ ശബ്ദമുണ്ടാക്കി നടുവേ ഒടിഞ്ഞുപോയി. അപ്പോൾ ജനകൻ പരമാനന്ദം പൂണ്ട്, സീതയെ ശൗര്യശാലിക്ക് നൽകാവൂ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ എന്റെ ആഗ്രഹം സഫലമായിരിക്കുന്നു. ഈ യുവാവ് സീതയ്ക്ക് യോഗ്യനാണ്. ഇവരുടെ വിവാഹകാര്യം ഇപ്പോൾ തന്നെ അയോധ്യയിലേക്ക് അറിയിക്കാം എന്ന് പറഞ്ഞു. ജനകന്റെ ദൂതന്മാർ 3 ദിവസം യാത്ര ചെയ്ത് 4-ാം ദിവസം രാവിലെ അയോധ്യയിലെത്തി ദശരഥനോട് ശിവധനുസ് ഒടിഞ്ഞ കഥ പറഞ്ഞ് സീതാരാമന്മാരുടെ വിവാഹത്തിന് വരാൻ അഭ്യർത്ഥിച്ചു. ദശരഥൻ ആ വാർത്ത കേട്ട് വളരെയധികം സന്തോഷിച്ച് മന്ത്രിമാരുമായി ആലോചിച്ച് ജനക മഹാരാജാവുമായുള്ള ബന്ധം ഉചിതമാണെന്ന് മനസ്സിലാക്കി. പിന്നീട് ജനകനും ദശരഥനും കണ്ടുമുട്ടുന്നു. ജനകന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹോദരൻ കുശധ്വജനും ഉണ്ടായിരുന്നു. ദശരഥന്റെ ഭാഗത്തുനിന്ന് വസിഷ്ഠൻ ജനകനോട് ദശരഥന്റെ വംശാവലിയെക്കുറിച്ച് എല്ലാം കൃത്യമായി പറയുന്നു. പിന്നീട് ജനകൻ തന്റെ വംശാവലി ദശരഥനോട് പറയുന്നു. 2 മഹത്തായ വംശങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ അവർ തീരുമാനമെടുക്കുന്നു. ജനക മഹാരാജാവിന് സീതയല്ലാതെ ഊർമിള എന്നൊരു മകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ കുശധ്വജൻ മാണ്ഡവി, ശ്രുതകീർത്തി എന്നിങ്ങനെ 2 പെൺമക്കളുണ്ടായിരുന്നു. സീതാരാമന്മാരുടെ വിവാഹ മുഹൂർത്തത്തിൽ തന്നെ ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം കഴിച്ചാൽ നന്നായിരിക്കുമെന്ന് ജനകൻ നിർദ്ദേശിച്ചു. അതിന് ദശരഥനും സമ്മതിക്കുന്നു. ഉത്തര ഫൽഗുണി നക്ഷത്രത്തിൽ മുഹൂർത്തം നിശ്ചയിച്ചു. കല്യാണത്തിനു മുമ്പ് ദശരഥൻ 4 ലക്ഷം പശുക്കളെ ദാനം ചെയ്തു. അന്ന് ഭരതന്റെ അമ്മാവനും വിരുന്നിനെത്തി. അഗ്നിസാക്ഷിയായി 4 വിവാഹങ്ങളും നടന്നു. ദശരഥന്റെ 4 പുത്രന്മാരും തങ്ങളുടെ ഭാര്യമാരെയും കൂട്ടി വിരുന്നിനെത്തി. വിവാഹം കഴിഞ്ഞയുടൻ വിശ്വാമിത്രൻ ഹിമാലയത്തിലേക്ക് പോയി. അങ്ങനെ രാമൻ ശിവധനുസ് കുലിച്ച് സീതാദേവിയെ വിവാഹം കഴിച്ചു. ഈ സീതാരാമ കല്യാണവും ചൈത്രശുദ്ധ നവമി ദിനത്തിലാണ് നടന്നത്. ഇതിനിടെ വിഷ്ണു തന്റെ ധനുസ്സായ ശാർംഗം ഹചീകൻ എന്ന മഹർഷിക്ക് നൽകി. ഹചീക മഹർഷിയുടെ പേരക്കുട്ടിയാണ് പരശുരാമൻ. ക്ഷത്രിയരെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ച പരശുരാമൻ ശിവധനുസ് ഒടിച്ചതിൽ കോപിച്ച് ശ്രീരാമന്റെ അടുത്തേക്ക് വന്നപ്പോൾ ശ്രീരാമൻ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കി തന്റെ കൈവശമുണ്ടായിരുന്ന വിഷ്ണുധനുസ് ശ്രീരാമൻ നൽകി. പരശുരാമൻ നൽകിയ വിഷ്ണുധനുസ്സുകൊണ്ട് ശ്രീരാമൻ രാവണനെ വധിച്ച് തന്റെ അവതാരം അവസാനിപ്പിക്കുന്ന സമയത്ത് വരുണദേവൻ ആ ധനുസ് നൽകി. അതായത് ശ്രീരാമൻ ശിവധനുസ് കുലിച്ച് സീതാദേവിയെ വിവാഹം കഴിച്ചു. വിഷ്ണുവിന്റെ ധനുസ്സുകൊണ്ട് ശ്രീരാമൻ രാവണനെ വധിച്ച് പിന്നീട് ആ ധനുസ് വരുണദേവൻ നൽകി. അതിനുശേഷം ശ്രീകൃഷ്ണൻ ഖാണ്ഡവനം ദഹിപ്പിക്കുന്ന സമയത്ത് ആ ധനുസ് ഉപയോഗിച്ചു. കലിയുഗത്തിന്റെ ആരംഭത്തിൽ ശ്രീകൃഷ്ണൻ തന്റെ കൈവശമുണ്ടായിരുന്ന ആ ധനുസ് സമുദ്രത്തിൽ ഉപേക്ഷിച്ചു. അത് വീണ്ടും വരുണദേവന്റെ അടുത്തെത്തി. ഇങ്ങനെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ കാരണം ശിവനും വിഷ്ണുവിനും ഇടയിൽ യുദ്ധം നടക്കുകയും അവരുടെ ധനുസ്സുകൾ പിന്നീട് പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവർ ഉപയോഗിക്കുകയും ഒടുവിൽ വരുണദേവന്റെ അടുത്തെത്തുകയും ചെയ്തു എന്നാണ് പുരാണവചനം.
അതുപോലെ ശ്രീരാമനവമിക്ക് മുമ്പ് രാമദേവന്റെ വ്രതകഥ കേട്ടാൽ നിങ്ങളുടെ ജാതകം അത്ഭുതകരമായി മാറും, എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകും. പണ്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നാഗംഭട്ട്. അദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളും ഉണ്ടായിരുന്നു. മകന്റെ പേര് നാരായണ ഭട്ട്, മകളുടെ പേര് നാരായണമ്മ. അവർ വളരെ ദരിദ്രരായിരുന്നു. ഭിക്ഷാടനം ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നാഗംഭട്ടിന് കാശിയിൽ പോയി ധനം സമ്പാദിക്കണമെന്ന് തോന്നി. ഈ കാര്യം ഭാര്യയോട് പറഞ്ഞ് അതിരാവിലെ എഴുന്നേറ്റ് നാഗംഭട്ട് കാശിയിലേക്ക് യാത്ര തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ വഴിയിൽ സൂതന്മാർ, വ്യാസന്മാർ, നാരദന്മാർ എന്നിവർ പ്രത്യക്ഷപ്പെട്ടു. അവർ നാഗംഭട്ടിനോട്, "ഓ ബ്രാഹ്മണൻ, എവിടെ പോകുന്നു?" എന്ന് ചോദിച്ചു. അപ്പോൾ നാഗംഭട്ട്, "അയ്യോ, ഞാൻ കാശിയിലേക്ക് ധനം സമ്പാദിക്കാൻ പോകുന്നു" എന്ന് പറഞ്ഞു. അപ്പോൾ അവർ, "വിഡ്ഢിയായ ബ്രാഹ്മണൻ, കാശിയിൽ പോയാൽ ആരെങ്കിലും നിനക്ക് ധനം കെട്ടിത്തരുമോ? കാശിയിൽ പോയാൽ ഗംഗാസ്നാനം ലഭിക്കും, വിശ്വേശ്വരന്മാരുടെ ദർശനം ലഭിക്കും, അന്നപൂർണാദേവിയുടെ ദർശനം ലഭിക്കും. പക്ഷേ നിനക്ക് ധനം എവിടെ നിന്ന് വരും? ഞങ്ങൾ ഒരു കഥ പറയാം, കേൾക്കുമോ?" എന്ന് ചോദിച്ചു. അതിന് നാഗംഭട്ട്, "ശരി സ്വാമിമാരെ, നിങ്ങൾ ഏത് ദേവന്റെ കഥയാണ് വിവരിക്കുന്നത്, അത് വിവരിക്കുക" എന്ന് അപേക്ഷിച്ചു. അപ്പോൾ സൂതന്മാർ, വ്യാസന്മാർ, നാരദന്മാർ എന്നിവർ ഇങ്ങനെ പറയാൻ തുടങ്ങി. പണ്ട് കോസല രാജ്യം ഉണ്ടായിരുന്നു. ദശരഥ മഹാരാജാവാണ് ആ രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് മക്കളില്ലാത്തതുകൊണ്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്തപ്പോൾ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ട് പായസപാത്രം നൽകി. ദശരഥ മഹാരാജാവ് അത് തന്റെ ഭാര്യമാരായ കൗസല്യ, സുമിത്ര, കൈകേയി എന്നിവർക്ക് നൽകി. അവർ 3 പേരും അത് കഴിച്ചപ്പോൾ ഗർഭിണികളായി. 9 മാസങ്ങൾ തികഞ്ഞപ്പോൾ ചൈത്രശുദ്ധ നവമി നാളിൽ പുനർവസു നക്ഷത്രത്തിൽ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ 4 പുത്രന്മാർ ജനിച്ചു. അവർ ദിവസേന വളർന്ന് ബാലചന്ദ്രനെ പോലെ വലുതായിക്കൊണ്ടിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വന്ന് യാഗസംരക്ഷണത്തിനായി രാമലക്ഷ്മണന്മാരെ തന്നോടൊപ്പം അയക്കണമെന്ന് ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടു. ദശരഥൻ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രനോടൊപ്പം അയക്കാൻ സമ്മതിച്ചപ്പോൾ മുനി അവർക്ക് അതിബല വിദ്യകൾ പഠിപ്പിച്ചു. രാമൻ താടകയെ വധിച്ചു, ശിവധനുസ് ഒടിച്ചു, സീതയെ വിവാഹം കഴിച്ചു, അഹല്യയെ ശാപവിമുക്തയാക്കി, പരശുരാമന്റെ അഹങ്കാരം ശമിപ്പിച്ചു. കൈകേയിയുടെ വരത്താൽ 14 വർഷം വനവാസത്തിൽ കഴിയുമ്പോൾ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ലങ്കാപുരിയിലേക്ക് പോയി ലങ്കാധനം നടത്തി, രാവണനെ വധിച്ചു, വിഭീഷണനെ രാജാവാക്കി, തിരികെ വന്ന് പട്ടാഭിഷിക്തനായി സുഖമായി രാജ്യം ഭരിച്ചു. ഇത് രാമദേവന്റെ കഥയാണ് എന്ന് സൂതന്മാർ, വ്യാസന്മാർ, നാരദന്മാർ എന്നിവർ നാഗംഭട്ടിനോട് പറഞ്ഞു. 5 വ്യാഴാഴ്ചകളിൽ ലക്ഷ്മീവാരങ്ങളിൽ പൂജകൾ ചെയ്ത് നെയ്യ് വിളക്ക് കത്തിച്ച് പശുവിൻ പാൽ, ഗോതമ്പ് റവ, പഞ്ചസാര എന്നിവ ചേർത്ത് 5 ഉണ്ടകളാക്കി പ്രസാദം ഉണ്ടാക്കി രാമദേവൻ നിവേദിക്കണം. 1 ഉണ്ട രാമദേവൻ, 1 ഉണ്ട ബ്രാഹ്മണൻ, 1 ഉണ്ട മുത്തൈതുവുകൾക്ക്, 1 അയൽക്കാർക്ക്, 1 ഉണ്ട ഭാര്യയും കുട്ടികളും കഴിക്കണം. ഈ രീതിയിൽ 5 ആഴ്ച പൂജ ചെയ്യണം. അതുപോലെ ഈ രാമദേവന്റെ കഥ നിത്യവും പറയുന്നവർക്ക് അഷ്ടൈശ്വര്യങ്ങളും ഇഷ്ടസമ്പത്തുകളും ലഭിക്കുമെന്ന് സൂതന്മാരും വ്യാസന്മാരും നാരദന്മാരും നാഗംഭട്ടിനോട് പറഞ്ഞ് അപ്രത്യക്ഷരായി. നാഗംഭട്ട് വീട്ടിലേക്ക് തിരികെ പോയി രാമദേവന്റെ വ്രതം അനുഷ്ഠിച്ചു. രാമദേവന്റെ കഥ എല്ലാ ദിവസവും മകനോടും മകളോടും പറയുമായിരുന്നു. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അവർക്ക് സമ്പത്തും ഐശ്വര്യവും ലഭിച്ചു. നാഗംഭട്ട് ഇപ്പോൾ കാശിക്ക് പോകാം എന്ന് വിചാരിച്ച് കുറച്ച് പണം കെട്ടി കാശി കാവടി തോളിലേറ്റി മകനെയും മകളെയും വിളിച്ച്, "മോനെ, മോളെ, നിങ്ങൾ രാമദേവന്റെ കഥ മുടങ്ങാതെ ശ്രദ്ധയോടെ പറഞ്ഞുകൊണ്ടിരിക്കണം" എന്ന് നാരായണമ്മയോടും നാരായണ ഭട്ടിനോടും പറഞ്ഞ് കാശിയിലേക്ക് യാത്രയായി. അടുത്ത ദിവസം മകൻ യാചിക്കാൻ പോയി തിരികെ വന്ന് അമ്മയെ വിളിച്ച്, "അമ്മേ, രാമദേവന്റെ കഥ പറയാം, കേൾക്കാൻ വരൂ" എന്ന് വിളിച്ചു. അപ്പോൾ അവൾ, "മോനെ, പാചക സമയമായി, രാവിലെയാണ്, ദാസി പാചകപ്പണിക്ക് വരുന്ന സമയമായി, ഇപ്പോൾ കഥ കേൾക്കുന്നില്ല" എന്ന് പറഞ്ഞു. വീണ്ടും ഉച്ചയ്ക്ക് മകൻ അമ്മയെ വിളിച്ച്, "കഥ പറയാം, കേൾക്കാൻ വരൂ അമ്മേ" എന്ന് പറഞ്ഞു. അതിന് അമ്മ, "ഇപ്പോൾ എന്ത് കഥയാണ് മോനെ, ഉറങ്ങുന്ന സമയമാണ്, ഇപ്പോൾ കേൾക്കുന്നില്ല" എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ രാമദേവന്റെ കഥയെ അവഗണിച്ചതുകൊണ്ട് രാമദേവൻ കോപം വന്നു. അതോടെ വന്ന ഐശ്വര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പോയി. കുടങ്ങളും ചെമ്പുകളും പാത്രങ്ങളും എല്ലാം ഉരുണ്ട് അയൽവാസികളുടെ വീടുകളിലേക്ക് പോയി. അതിനു മുമ്പ് ഭിക്ഷയെടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഓട്ടയുള്ള ചെമ്പ് പാത്രം പോലും ഉരുണ്ടു പോവുകയായിരുന്നു. അപ്പോൾ മകളായ നാരായണമ്മ ഇതെല്ലാം കണ്ട്, "അമ്മേ, ആ ചെമ്പെങ്കിലും വെക്കാൻ അപേക്ഷിക്കൂ അമ്മേ" എന്ന് പറഞ്ഞപ്പോൾ അമ്മ, "അതെങ്കിലും വെക്കൂ രാമദേവ അച്ഛാ" എന്ന് അപേക്ഷിച്ചപ്പോൾ ആ ചെമ്പ് ഒഴികെ ബാക്കിയെല്ലാം പോയി. അവരുടെ കുടിലിലുണ്ടായിരുന്ന വെള്ളിത്തളികയും ഉരുണ്ടുപോകുമ്പോൾ അവൾ തളികയുടെ അരികിൽ പിടിച്ചു വലിച്ചു. അതോടെ പകുതി അരികുകൾ ഒടിഞ്ഞ് പകുതി അരികുകൾ അയൽവാസികൾക്ക് പോയി. അടുത്ത ദിവസം രാവിലെ അമ്മ തീ വാങ്ങാൻ അവരുടെ വീട്ടിലേക്ക് പോയി. അവരുടെ വീട്ടിലിരുന്ന പാത്രം കണ്ട്
അതിന്റെ അരികുകൾ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ പാത്രത്തിന്റെ അരികുകൾ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെത്തിയത്? ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു, അതുകൊണ്ട് ആ പാത്രം ഞങ്ങളുടേതാണ്. അങ്ങനെയല്ല, എന്റെ വീട്ടിലും പാത്രത്തിന്റെ അരികുകൾ ഉണ്ട്, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് രണ്ടും ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോൾ രണ്ടും ഒട്ടിപ്പിടിച്ചു. അപ്പോൾ ആ അയൽക്കാർ ഈ പാത്രം തങ്ങളുടേതാണെന്ന് പറഞ്ഞ് എടുത്തു. ഇനി ആ അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ലാതെ ലജ്ജിച്ച് നാണിച്ചു വീട്ടിലേക്ക് വന്നു. അപ്പോൾ മകൻ കണ്ട്, എന്താ അമ്മേ അവർ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പാത്രം തങ്ങളുടേതാണെന്ന് പറഞ്ഞ് അവർ തന്നെ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ, ഇപ്പോഴെങ്കിലും രാമദേവന്റെ കഥ പറയാം, കേൾക്കുന്നുണ്ടോ അമ്മേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ, ഞാൻ കഥ കേൾക്കില്ല, കാര്യം കേൾക്കില്ല, ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കും, പക്ഷേ രാമദേവന്റെ കഥ കേൾക്കില്ല. എങ്ങനെ വന്ന ഐശ്വര്യമാണോ അതുപോലെ തന്നെ പോയി. നിന്റെ സഹോദരിയെ മാത്രം കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്ത് വിവാഹം കഴിപ്പിക്കണം എന്ന് പറഞ്ഞു. അവളുടെ ആജ്ഞപ്രകാരം നാരായണ ഭട്ട് സഹോദരിയെയും കൂട്ടി യാത്രയായി. അവർ ഗ്രാമത്തിന്റെ അറ്റത്ത് എത്തിയപ്പോഴേക്കും കാശിക്ക് പോയ നാഗംഭട്ട് തിരികെ യാത്രയായി പണക്കിഴി കെട്ടിവരികയായിരുന്നു. നാഗംഭട്ട് ഗ്രാമത്തിന്റെ അറ്റത്ത് വന്ന് അവിടെയുള്ള കുളത്തിൽ കാൽ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു വലിയ ഗരുഡൻ വന്ന് ആ പണക്കിഴി എടുത്തുകൊണ്ടുപോയി. അയ്യോ, പണമെല്ലാം പോയല്ലോ എന്ന് നാഗംഭട്ട് ദുഃഖിതനായി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരം വന്നപ്പോൾ നാരായണമ്മയും നാരായണ ഭട്ടും പ്രത്യക്ഷപ്പെട്ടു. നാഗംഭട്ട് അവരെ കണ്ട്, മോനെ, മോളെ, നിങ്ങൾ സുഖമായിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അവർ, എന്താണുള്ളത് അച്ഛാ, പതിവ് പോലെ ഒരു കുറവുമില്ല, നിങ്ങൾ പോയത് മുതൽ കഥ പറയാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ കേട്ടില്ല. അതുകൊണ്ട് രാമദേവൻ ദേഷ്യം വന്ന് എങ്ങനെ വന്ന ഐശ്വര്യമാണോ അതുപോലെ തന്നെ പോയി എന്ന് നടന്നതെല്ലാം അച്ഛനോട് പറഞ്ഞു. അവളുടെ ആജ്ഞപ്രകാരം സഹോദരിയെയും കൂട്ടി വരികയാണ്. നിങ്ങളുടെ ആജ്ഞ എന്താണ് അച്ഛാ എന്ന് മകൻ ചോദിച്ചു. നാഗംഭട്ട്, ശരി, അതുപോലെ സഹോദരിക്ക് വിവാഹം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് ദുഃഖിതനായി വീട്ടിലേക്ക് പോയി. നാരായണ ഭട്ട് നാരായണമ്മയെയും കൂട്ടി പോവുകയായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോൾ നാരായണ ഭട്ടിന് ഒരു ബ്രാഹ്മണനെ കണ്ടു. അപ്പോൾ നാരായണ ഭട്ട് ആ ബ്രാഹ്മണനോട്, ഓ ബ്രാഹ്മണ, എന്റെ സഹോദരിയെ നിനക്ക് വിവാഹം കഴിച്ചു തരാം, നീ അവളെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ആ ബ്രാഹ്മണൻ, എനിക്ക് വിവാഹം വേണ്ട, പേരെന്തും വേണ്ട എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് നാരായണ ഭട്ട് നാരായണമ്മയെയും കൂട്ടി വീണ്ടും കുറച്ചു ദൂരം പോയപ്പോൾ മറ്റൊരു ബ്രാഹ്മണനെ കണ്ടു. നാരായണ ഭട്ട് അയാളോട്, ഓ ബ്രാഹ്മണ, എന്റെ സഹോദരിയെ നിനക്ക് വിവാഹം കഴിച്ചു തരാം, നീ അവളെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് വിവാഹം വേണ്ട, പേരെന്തും വേണ്ട, എനിക്ക് ഇതിനകം 2 ഭാര്യമാരുണ്ട് എന്ന് അയാൾ പറഞ്ഞു. വീണ്ടും പോകുമ്പോൾ വഴിയിൽ ഒരു വലിയ പൂന്തോട്ടം കണ്ടു. ആ തോട്ടത്തിൽ സഹോദരനും സഹോദരിയും ഇരുന്ന് രാമദേവന്റെ കഥ പറയുമ്പോൾ എവിടെ നിന്നോ ഒരു ബ്രാഹ്മണ യുവാവ് വന്ന് പൂക്കൾ പറിക്കുകയായിരുന്നു. നാരായണ ഭട്ട് ആ യുവാവിനെ കണ്ട്, ഓ ബ്രാഹ്മണ, എന്റെ സഹോദരിയെ നിനക്ക് വിവാഹം കഴിച്ചു തരാം, നീ അവളെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ യുവാവ്, വിവാഹം കഴിച്ചു തരാമെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയുമോ? പക്ഷേ എന്റെ ഗുരു ഉണ്ട്, അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം അദ്ദേഹം വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഗുരു എവിടെയാണ് എന്ന് നാരായണ ഭട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് തോട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ നാരായണ ഭട്ട് ഗുരുവിന്റെ അടുത്തേക്ക് പോയി, അയ്യോ ഗുരുവേ, നിങ്ങളുടെ ശിഷ്യൻ എന്റെ സഹോദരിയെ വിവാഹം കഴിച്ചു തരാം, അങ്ങ് സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. ആ ഗുരു, ബ്രഹ്മചാരിയെ ഗൃഹസ്ഥനാക്കാമെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയുമോ? പക്ഷേ അവന്റെ അടുത്ത് ഒരു ചീന്താകാന്ത സ്വർണമില്ല, ഒരു ഗോപാദത്തോളം ഭൂമിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക, കഷ്ടമാണെങ്കിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ ഭട്ട് ഗുരുവിനെ വണങ്ങി അതുപോലെ എവിടെയോ പോയി 4 റാട്ടുകൾ കൊണ്ടുവന്ന് പന്തൽ കെട്ടി, കോർത്ത മുത്തുകൾ തോരണങ്ങളാക്കി കെട്ടി, കോർക്കാത്ത മുത്തുകൾ തളമ്പ്രങ്ങളാക്കി ഇട്ട് 70 യാഗങ്ങളുടെ നാരായണമ്മയെ വിവാഹം കഴിച്ചു കൊടുത്തു. അവർ അവിടെയിരുന്ന് കഥ പറഞ്ഞു. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ അവരുടെ അടുത്തു വന്ന്, ഞാൻ നിങ്ങൾക്ക് 4 ഏക്കർ ഭൂമി ദാനം ചെയ്യുന്നു, അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ, ഞങ്ങൾ രാമദേവന്റെ കഥ പറയുകയാണ്, കഥ കഴിഞ്ഞാൽ ഞങ്ങൾ അത് സ്വീകരിക്കും, നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇവിടെയിരുന്ന് കഥ കേൾക്കുക എന്ന് പറഞ്ഞു. കഥ കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ ഒരു ചെമ്പുകുടത്തിൽ വെള്ളം ഒഴിച്ച് ഒരു പ്രത്യേക തോട്ടത്തിൽ സ്വത്തുണ്ട്, അത് അനുഭവിക്കുക എന്ന് പറഞ്ഞ് 4 ഏക്കർ ഭൂമി അവർക്ക് ദാനം ചെയ്ത് എങ്ങോട്ടോ പോയി. അങ്ങനെ നാരായണ ഭട്ടും നാരായണമ്മയും നാരായണമ്മയുടെ ഭർത്താവും ആ 4 ഏക്കർ ഭൂമി അനുഭവിച്ചുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലെ രാജാവ് ഒരു കെട്ടിടം പണിത് കുറച്ച് ധനം പുണ്യ ദമ്പതികൾക്ക് ദാനം ചെയ്യാൻ നോക്കുകയായിരുന്നു. എവിടെ തിരഞ്ഞിട്ടും ശരിയായ പുണ്യ ദമ്പതികളെ കണ്ടെത്താനായില്ല.
ഒരു രാത്രി രാമദേവൻ രാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു പ്രത്യേക തോട്ടത്തിൽ പുണ്യ ദമ്പതികളുണ്ട്, അവരെ കൊണ്ടുവന്ന് ദാനം ചെയ്യുക എന്ന് ആജ്ഞാപിച്ചു. അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് 16 ഭോയികളെയും പല്ലക്കിനെയും തോട്ടത്തിലേക്ക് അയച്ചു. അവർ തോട്ടത്തിനടുത്തെത്തി, ഹേയ്, ഞങ്ങളുടെ രാജ്യത്തെ രാജാവ് ഒരു വീടും കുറച്ച് ഭാഗവും നിങ്ങൾ 2 പേർക്കും ദാനം ചെയ്യുമെന്ന് പറയുന്നു. നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങളെ അയച്ചിരിക്കുന്നു, അതിനാൽ വരിക എന്ന് പറഞ്ഞു. അതിന് നാരായണമ്മയും നാരായണന്റെ ഭർത്താവും, ഞങ്ങൾ രാമദേവന്റെ കഥ പറയുകയാണ്, നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇവിടെയിരുന്ന് കഥ കേൾക്കുക എന്ന് പറഞ്ഞു. ഭോയികൾ കഥ കേട്ട ശേഷം ആ പുണ്യ ദമ്പതികളെ കൂട്ടിക്കൊണ്ടുപോയി രാജാവിന് കൈമാറി. രാജാവ് സന്തോഷത്തോടെ ആ വീടും ധനവും അവർക്ക് ദാനം ചെയ്തു പോയി. അപ്പോൾ നാരായണമ്മയും നാരായണ ഭട്ടും അവളുടെ ഭർത്താവും അവിടെ ഇരുന്നു ആ വീടും ആ ധനവും 4 ഏക്കർ ഭൂമിയും അനുഭവിച്ചുകൊണ്ട് കഥകൾ പറഞ്ഞിരുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നാരായണ ഭട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇത്രയും ദിവസം ഇങ്ങനെ ഇരിക്കില്ല, അതുകൊണ്ട് ഞാൻ പോയി രാമദേവനെ കൊണ്ടുവരാം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം കഥകൾ മുടങ്ങാതെ പറയുക. അങ്ങനെ പറഞ്ഞ് നാരായണ ഭട്ട് യാത്രയായി. നാരായണമ്മയും അവളുടെ ഭർത്താവും കഥകൾ മുടങ്ങാതെ പറഞ്ഞുകൊണ്ടിരുന്നു. നാരായണ ഭട്ട് കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൽ ഒരു ഇടയൻ നെല്ല് ഉണക്കാനിട്ട് കാവലിരിക്കുകയായിരുന്നു. നാരായണ ഭട്ട് ആ ഇടയനെ കണ്ടപ്പോൾ ചോദിച്ചു, ഇടയാ, ഈ ഗ്രാമത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്തു പറയാനാണ് ബാബു, ഞാൻ ജനിച്ചപ്പോൾ മുതൽ അന്ധനാണ്. എന്റെ ആളുകൾ നെല്ല് ഉണക്കാനിട്ട് എന്നെ കാവലിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു വടി പിടിച്ച് ഇരുന്നു. എന്റെ അവസ്ഥ ഇങ്ങനെയാണ് ബാബു, അവൻ പറഞ്ഞു. അപ്പോൾ നാരായണ ഭട്ട് ചോദിച്ചു, ഞാൻ ഒരു കഥ പറയാം, കേൾക്കുമോ? ഇടയൻ പറഞ്ഞു, തീർച്ചയായും കേൾക്കാം, പറയൂ. രാമദേവന്റെ കഥയും വ്രതവിധിയും പറഞ്ഞപ്പോൾ ഇടയൻ കുറച്ചൊക്കെ കാഴ്ച കിട്ടി. ഓഹോ, കഥയിൽ ഇത്രയും മഹത്വമുണ്ടെങ്കിൽ വ്രതം ചെയ്താൽ എത്ര മഹത്വമുണ്ടാകും എന്ന് പറഞ്ഞ് ആ ദേവനെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നാരായണ ഭട്ട് പറഞ്ഞു, അത് രാമദേവന്റെ മഹത്വമാണ്. 5 ആഴ്ച പൂജ ചെയ്ത് പശുവിൻ നെയ്യ് ഉപയോഗിച്ച് ദീപം തെളിയിക്കണം. പ്രസാദം 5 ഉരുളകളാക്കി രാമദേവൻ നിവേദിച്ചു മുത്തശ്ശിമാർക്കും ബ്രാഹ്മണർക്കും അയൽക്കാർക്കും നൽകി ഭാര്യയും കുട്ടികളും കഴിക്കണം എന്ന് ഇടയനോട് പറഞ്ഞ് യാത്രയായി. അങ്ങനെ നാരായണ ഭട്ട് വീണ്ടും കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു രാജാവ് ദുഃഖിതനായി ഇരിക്കുന്നത് കണ്ടു. നാരായണ ഭട്ട് ആ രാജാവിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് രാജാവേ ദുഃഖിതനായിരിക്കുന്നത്? അതിന് രാജാവ് പറഞ്ഞു, നാരായണ, എന്റെ ഭാര്യയും മക്കളും ഒളിച്ചോടിപ്പോയി. എന്റെ രാജ്യം അന്യരാജാക്കന്മാർ പിടിച്ചെടുത്തു. എന്റെ അവസ്ഥ ഇങ്ങനെയാണ് ബാബു. അപ്പോൾ നാരായണ ഭട്ട് ചോദിച്ചു, ഞാൻ ഒരു കഥ പറയാം, കേൾക്കുമോ? രാജാവ് പറഞ്ഞു, തീർച്ചയായും കേൾക്കാം, പറയൂ മഹാത്മാവേ. നാരായണ ഭട്ട് രാമദേവന്റെ കഥ മുഴുവനും രാജാവിനോട് പറഞ്ഞു, വ്രതവിധി മുഴുവനും വിശദീകരിച്ചു. ആ രാജാവ് വ്രതം ചെയ്തപ്പോൾ ഒളിച്ചോടിപ്പോയ ഭാര്യയും മക്കളും അന്യരാജാവ് പിടിച്ചെടുത്ത രാജ്യവും തിരികെ ലഭിച്ചു. അപ്പോൾ രാജാവ് സന്തോഷത്തോടെ നാരായണ ഭട്ടിനെ നോക്കി, അല്ലയോ മഹാനുഭാവ, നിങ്ങൾ ഏത് ദൈവമാണെന്ന് പറയുക, ഞങ്ങൾ നിങ്ങളെ ആരാധിക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ നാരായണ ഭട്ട്, ഞാൻ ഒരു ദൈവമല്ല, ഇത് രാമദേവന്റെ കഥയുടെ മഹത്വമാണ്. നിങ്ങൾ 5 ഞായറാഴ്ചകളിൽ പൂജ ചെയ്യണം എന്ന് പറഞ്ഞ് വ്രതത്തിന്റെ രീതികളെല്ലാം വിശദീകരിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു സ്ത്രീ ദുഃഖിതയായി ഇരിക്കുന്നത് കണ്ടു. ആ സ്ത്രീയെ കണ്ടപ്പോൾ നാരായണ ഭട്ട്, എന്തിനാണ് അമ്മേ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എന്തു പറയാനാണ് അച്ഛാ, ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞു. എന്റെ ഭർത്താവ് വിദേശത്തേക്ക് പോയി. എന്റെ മാതാപിതാക്കളും ഭർത്തൃമാതാപിതാക്കളും കുറച്ചുകാലം എന്നെ നോക്കി. എത്ര കാലം ഇങ്ങനെ നോക്കുമെന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് എന്റെ അവസ്ഥ ഇങ്ങനെയായത് അച്ഛാ. അപ്പോൾ നാരായണ ഭട്ട്, ഞാൻ ഒരു കഥ പറയാം, കേൾക്കുമോ മോളെ എന്ന് ചോദിച്ചു. തീർച്ചയായും കേൾക്കാം അച്ഛാ, പറയൂ എന്ന് ആ സ്ത്രീ പറഞ്ഞു. അതോടെ നാരായണ ഭട്ട് ആ സ്ത്രീക്ക് രാമദേവന്റെ കഥയെല്ലാം പറഞ്ഞ് വ്രതത്തിന്റെ രീതികളെല്ലാം വിശദീകരിച്ചപ്പോഴേക്കും വിദേശത്തേക്ക് പോയ അവളുടെ ഭർത്താവ് തിരിച്ചെത്തി. മാതാപിതാക്കളും ഭർത്തൃമാതാപിതാക്കളും വന്നു. അവൾ സന്തോഷിച്ച് നാരായണ ഭട്ടിനെ നോക്കി, അല്ലയോ മഹാനുഭാവ, നിങ്ങൾ ഏത് ദൈവമാണെന്ന് പറയുക, ഞങ്ങൾ നിങ്ങളെ ആരാധിക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ നാരായണ ഭട്ട്, ഇതെല്ലാം രാമദേവന്റെ കഥയുടെ മഹത്വമാണ്. 5 ആഴ്ചകൾ മുടങ്ങാതെ പൂജ ചെയ്യുക എന്ന് പറഞ്ഞ് കഥയുടെ രീതികളെല്ലാം വിശദീകരിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു ഗ്രാമത്തിലെത്തി. നാരായണ ഭട്ട് ആ ഗ്രാമത്തിലെ ഒരു വീട്ടമ്മയുടെ വീട്ടിൽ ചെന്ന്, അമ്മേ, ഞാൻ പൂജ ചെയ്യട്ടെ, കുറച്ച് സ്ഥലം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടമ്മ, ഞങ്ങളുടെ വീട്ടിൽ മടി ആചാരമുള്ളതുകൊണ്ട് അത് നടക്കില്ല, സ്ഥലമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ ഭട്ട്, കുളമാണെങ്കിലും കാണിച്ചു തരൂ അമ്മേ എന്ന് ചോദിച്ചു. അതിന് ആ വീട്ടമ്മ, കിഴക്ക് ദിശയിൽ വടക്കുകിഴക്ക് മൂലയിൽ ഒരു കുളമുണ്ട് എന്ന് പറഞ്ഞ് പോകാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ കുളത്തിനടുത്ത് പോയി കുളിച്ച്
മടിവസ്ത്രം ഉണങ്ങാനിട്ട് സ്ഥലം തരാത്ത വീട്ടമ്മയുടെ പൂമുഖത്ത് വന്ന് കിഴക്ക് ദിശയിൽ വടക്കുകിഴക്ക് മൂലയിലുള്ള ഒരു പഴകിയ പീഠത്തിൽ മഞ്ഞൾ തേച്ചു പൊട്ടുവെച്ച് അതിന്മേൽ രാമദേവന്റെ ചിത്രം വെച്ച് കഥ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആ വീട്ടമ്മ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ നാരായണ ഭട്ട് അവൾക്ക് താമ്പൂലവും ദക്ഷിണയും പ്രസാദവും നൽകി. അവൾ താമ്പൂലം വാങ്ങി അകത്തേക്ക് പോയി. നാരായണ ഭട്ട് കഥ വായിച്ച് അക്ഷതങ്ങൾ തലയിൽ വെച്ച് വീട്ടിൽ വിതറിപ്പോയി. അയാൾ പോയ ഉടൻ ആ വീട് ഒരു ഇന്ദ്രഭവനമായി മാറി. ഇത് കണ്ട വീട്ടമ്മ അത്ഭുതപ്പെട്ടു. കച്ചവടത്തിന് പോയ തന്റെ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ ആ വീട് തങ്ങളുടേതാണെന്ന് തിരിച്ചറിയില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ വീടിന്റെ പൂമുഖത്ത് കാവലിരുന്നു. അപ്പോഴേക്കും അവളുടെ ഭർത്താവ് ഒരു കെട്ടുമായി വീട് കാണാതെ പരിഭ്രമിച്ച് അവിടെ നിന്നിരുന്നു. അവൾ ഭർത്താവിനെ കണ്ട് ഈ വീട് നമ്മുടേതാണ്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ ഭർത്താവ് ഇത് നമ്മുടെ വീടല്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇത് നമ്മുടെ വീടാണ്, ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് ഞാൻ പറയാം, കേൾക്കൂ. എവിടെ നിന്നോ ഒരു ബ്രാഹ്മണൻ വന്ന് പൂജ ചെയ്യാനായി വീട് ചോദിച്ചു. ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു കുളമെങ്കിലും കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കിഴക്ക് ദിശയിൽ വടക്കുകിഴക്ക് മൂലയിൽ ഒരു കുളമുണ്ടെന്ന് പറഞ്ഞു. അയാൾ കുളത്തിനടുത്ത് പോയി കുളിച്ച് മടിവസ്ത്രം ഉണക്കി നമ്മുടെ പൂമുഖത്ത് വന്ന് ഒരു പീഠത്തിൽ മഞ്ഞൾ തേച്ചു പൊട്ടുവെച്ച് കിഴക്ക് ദിശയിൽ വടക്കുകിഴക്ക് മൂലയിൽ വെച്ച് അതിൽ രാമദേവന്റെ ചിത്രം വെച്ച് പൂജ ചെയ്ത് പശുവിൻ പാൽ, ഗോതമ്പ് നുറുക്ക്, പഞ്ചസാര എന്നിവ ചേർത്ത് പ്രസാദമായി ഉരുളകളാക്കി രാമദേവൻ നിവേദ്യം വെച്ച് കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ താമ്പൂലാദി ദക്ഷിണ പ്രസാദങ്ങൾ എനിക്ക് തന്നു. ഞാൻ അകത്ത് പോയി കഴിച്ചു. അയാൾ കുറച്ച് അക്ഷതങ്ങൾ തലയിൽ വെച്ച് ബാക്കിയുള്ള അക്ഷതങ്ങൾ നമ്മുടെ വീടിന് മുകളിൽ വിതറിപ്പോയപ്പോൾ വീട് ഇങ്ങനെ ഇന്ദ്രഭവനമായി മാറി. ഇതെല്ലാം പ്രസാദത്തിന്റെ മഹത്വമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഭർത്താവ് അയാൾ പൂജ ചെയ്യാനായി ചോദിച്ചപ്പോൾ നീ വേണ്ടെന്ന് പറഞ്ഞോ? നിർഭാഗ്യവതിയായ പാപിഷ്ഠേ, അയാൾ ഏത് ദിശയിലേക്കാണ് പോയതെന്ന് പറയൂ എന്ന് ചോദിച്ചു. വടക്കുകിഴക്ക് മൂലയിലേക്കാണ് പോയതെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അയാൾ കെട്ടുകൾ അവിടെ വെച്ച് നാരായണ ഭട്ടിനെ തേടി പുറപ്പെട്ടു. കുറച്ച് ദൂരം പോയപ്പോൾ നാരായണ ഭട്ടിനെ ആ ബ്രാഹ്മണൻ കണ്ടു. അപ്പോൾ ആ ബ്രാഹ്മണൻ, എന്താ മഹാത്മാവേ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടതാണ്, ഞങ്ങൾ നിങ്ങളെ പൂജിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ ഭട്ട്, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല, രാമദേവനെ തേടി പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രാഹ്മണൻ, അങ്ങനെയല്ല മഹാത്മാവേ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പൂജ ചെയ്യാനായി ചോദിച്ചപ്പോൾ എന്റെ ഭാര്യ വീട് കൊടുക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റാണ്, ഞങ്ങളുടെ തെറ്റ് ക്ഷമിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, നിങ്ങൾ ഏത് ദൈവമാണെന്ന് പറയൂ, ഞങ്ങൾ നിങ്ങളെ പൂജിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ ഭട്ട്, നിങ്ങളുടെ വീടായതുകൊണ്ട് നിങ്ങൾ കൊടുക്കില്ലെന്ന് പറഞ്ഞു, നിങ്ങളുടെ തെറ്റൊന്നുമില്ല, വന്നത് എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞു. ഞാനൊരു ദൈവമല്ല, ഇതെല്ലാം രാമദേവന്റെ കഥയുടെ മഹത്വമാണ്. നീ വീട്ടിൽ പോയി 5 ആഴ്ച ഞായറാഴ്ചകളിൽ പൂജ ചെയ്യണമെന്ന് വ്രതവിധി മുഴുവൻ പറഞ്ഞു. രാമദേവനെ അന്വേഷിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം എന്ന് പറഞ്ഞ് അയാൾ പോയി. അപ്പോൾ ആ ബ്രാഹ്മണൻ വീട്ടിൽ തിരിച്ചെത്തി. കഥയിൽ ഇത്രയും മഹത്വമുണ്ടെങ്കിൽ വ്രതം അനുഷ്ഠിച്ചാൽ എത്ര മഹത്വമുണ്ടാകുമെന്ന് കരുതി പൂജകൾ ചെയ്ത് കഥകൾ പറഞ്ഞ് അഷ്ടൈശ്വര്യങ്ങൾ നേടി അഷ്ടസമ്പത്തുകളാൽ നിറഞ്ഞു ജീവിച്ചു. നാരായണ ഭട്ട് വെയിലെന്നോ മഴയെന്നോ ഭക്ഷണമെന്നോ വിശപ്പെന്നോ ദാഹമെന്നോ മരങ്ങളെന്നോ കുട്ടിച്ചെടികളെന്നോ പകലെന്നോ അർദ്ധരാത്രിയെന്നോ നോക്കാതെ കാടുകളിൽ അന്വേഷിച്ചു നടക്കുമ്പോൾ കുറച്ചു ദൂരം ചെന്നപ്പോൾ നാരായണ ഭട്ട് ബോധരഹിതനായി വീണു. അപ്പോൾ രാമദേവൻ ദേ തോന്നി ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് നാരായണ ഭട്ടിന്റെ മുഖം തുടച്ച് എഴുന്നേൽപ്പിച്ച് വെള്ളം കൊടുത്ത് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാം, വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ ഭട്ട്, ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഞാൻ രാമദേവനെ അന്വേഷിച്ചു പോവുകയാണ്, ഒരു കുളം കാണിച്ചു തന്നാൽ മതി, ഞാൻ കുളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധ ബ്രാഹ്മണൻ കിഴക്ക് ദിശയിൽ വടക്കുകിഴക്ക് മൂലയിൽ ഒരു കുളമുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. നാരായണ ഭട്ട് ആ കുളത്തിനടുത്ത് പോയി കുളിച്ച് മുകളിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഇന്ദ്രഭവനം പോലെയായി മാറിയിരുന്നു. അകത്തേക്ക് വന്നപ്പോൾ സീതാദേവി ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ രൂപത്തിൽ വെള്ളിത്തളികകളും വെള്ളിപ്പീഠങ്ങളും സ്വർണത്തളികകളും കണ്ടു. അപ്പോൾ നാരായണ ഭട്ടിന് രാമദേവനും സീതാദേവിയും വൃദ്ധ ബ്രാഹ്മണ ദമ്പതികളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാം, വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ ഭട്ട്, ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഞാൻ രാമദേവനെ അന്വേഷിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ, ഞാനാണ് രാമദേവൻ എന്ന് പറഞ്ഞു. അതിന് നാരായണ ഭട്ട്, അങ്ങനെയാകാം മഹാനുഭാവ, എനിക്ക് അങ്ങയുടെ ദർശനം വേണം എന്ന് പറഞ്ഞപ്പോൾ പുലിത്തോലും രുദ്രാക്ഷങ്ങളും വിഭൂതിരേഖകളും അരയിൽ നാഗാഭരണവും ശിരസിൽ ഗംഗയും അരികിൽ പാർവതീദേവിയും ത്രിശൂലവും ത്രിനേത്രവും നന്ദിവാഹനനുമായി ഈശ്വരൻ പ്രത്യക്ഷനായി. അപ്പോൾ നാരായണ ഭട്ട് ശങ്കരനെ സ്തുതിച്ചു. പിന്നീട് നാരായണ ഭട്ട് വിഷ്ണുവും പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ വിഷ്ണു വനമാലിയും മിന്നുന്ന വള്ളി പോലെ ലക്ഷ്മീദേവിയോടും ശംഖ്, ചക്രം, ഗദ എന്നിവ ധരിച്ച് മേൽപ്പീലിയണിഞ്ഞ് പ്രത്യക്ഷനായി.
അപ്പോൾ നാരായണ ഭട്ട് ഹരിയെ സ്തുതിച്ചു. പിന്നീട് നാരായണ ഭട്ട് രാമദേവൻ പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഹനുമാൻ സീതാരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരോടൊപ്പം സപരിവാർ സമേതം ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷനായി. അപ്പോൾ രാമദേവൻ നാരായണ ഭട്ടിനോട് ഇപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കുമോ എന്ന് ചോദിച്ചു. അതിന് നാരായണ ഭട്ട് അങ്ങനെ ചെയ്യാം, പക്ഷേ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്നോടൊപ്പം വരുമെന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ സീതാദേവി 4 കറികളും 9 പലഹാരങ്ങളും പഞ്ചഭക്ഷ്യ പരമാന്നങ്ങളും പാകം ചെയ്ത് ഇലകളും സ്വർണ്ണ പീഠങ്ങളും വെച്ച് ബന്ധുക്കളോടും പരിവാരങ്ങളോടും കൂടി നാരായണ ഭട്ടിന് ഭക്ഷണം നൽകി. എല്ലാവരും ഭക്ഷണം കഴിച്ച് കർപ്പൂര താമ്പൂലം കഴിച്ചതിനു ശേഷം നാരായണ ഭട്ട് രാമനോട് എന്റെ കൂടെ വരുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിനാൽ എന്റെ വീട്ടിലേക്ക് എന്റെ കൂടെ വരണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ആദ്യം നാരായണ ഭട്ടും പിന്നാലെ രാമദേവനും യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോൾ നാരായണ ഭട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ രാമദേവനെ കണ്ടില്ല. ഉടൻ തന്നെ നാരായണ ഭട്ടിന്റെ മുഖം വിളറി ബോധം കെട്ട് നിലത്ത് വീണു. അപ്പോൾ രാമദേവൻ ദേ തോന്നി നാരായണ ഭട്ടിന്റെ മുഖം തുടച്ച് എഴുന്നേൽപ്പിച്ചു വെള്ളം നൽകി, എന്താ ഇങ്ങനെ വീണുപോയത്? എന്റെ കൂടെ നടക്കാൻ കഴിയാത്തവൻ എന്നെ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചു. ദേവാ, അങ്ങയുടെ മഹിമ ബ്രഹ്മാദി ദേവന്മാർക്കും യോഗീശ്വരന്മാർക്കും മുനീശ്വരന്മാർക്കും തപസ്സുകൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാൻ ഞാൻ എത്രത്തോളം മതിയായവനാണ്. എന്റെ തെറ്റുകൾ ക്ഷമിച്ച് എന്റെ കൂടെ വരണം എന്ന് നാരായണ ഭട്ട് രാമദേവനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ രാമദേവൻ അങ്ങനെ വരാം, നീ വന്നപ്പോൾ ഏതൊക്കെ വീടുകളിലാണോ പോയത് ആ വീടുകളിലേക്ക് എന്നെയും നിന്റെ തോളിലേറ്റി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ ഭട്ട് രാമദേവനെ തോളിലേറ്റി കുറച്ചു ദൂരം വന്നപ്പോൾ വീട് നൽകില്ലെന്ന് പറഞ്ഞ വീട്ടമ്മയുടെ വീട്ടിലെത്തി. അവിടെ ആ വീട്ടമ്മയും ഭർത്താവും ഇരുന്ന് രാമദേവന്റെ കഥ പറയുകയായിരുന്നു. രാമദേവൻ അവരുടെ ഭക്തിയിൽ സന്തുഷ്ടനായി അവർക്ക് അഷ്ടൈശ്വര്യങ്ങളും ആയുരാരോഗ്യങ്ങളും നൽകി രക്ഷിച്ചു. കുറച്ചുകൂടി ദൂരം ചെന്നപ്പോൾ സ്ത്രീയുടെ വീട് കണ്ടു. അവിടെ എത്തിയപ്പോൾ സ്ത്രീയും ഭർത്താവും ഇരുന്ന് കഥ പറയുകയായിരുന്നു. രാമദേവൻ അവർക്ക് അഷ്ടൈശ്വര്യങ്ങളും ആയുരാരോഗ്യങ്ങളും നൽകി സമ്പത്തും സമൃദ്ധിയും ഒരിക്കലും കുറയാതെ അവരെ രക്ഷിച്ചു. കുറച്ചുകൂടി ദൂരം ചെന്നപ്പോൾ ഇടയന്റെ വീടെത്തി. അന്ന് ഞായറാഴ്ചയായിരുന്നു. നാരായണ ഭട്ട് പറഞ്ഞതുപോലെ പൂജകൾ ചെയ്ത് ആ ഇടയന്മാർ കഥ പറയുകയായിരുന്നു. രാമദേവൻ അവരിൽ പ്രസാദിച്ച് ഐശ്വര്യങ്ങളും ആയുരാരോഗ്യങ്ങളും നൽകി സമ്പത്തും സമൃദ്ധിയും ഒരിക്കലും കുറയാതെ അവരെ കാത്തുരക്ഷിച്ചുവത്രേ. കുറച്ചുകൂടി ദൂരം ചെന്നപ്പോൾ സഹോദരിയുടെ വീടെത്തി. അവിടെ അവർ രാമദേവന്റെ കഥ പറഞ്ഞുകൊണ്ട് സ്വർണ്ണ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാമദേവൻ അവരിൽ പ്രസാദിച്ച് ആയുരാരോഗ്യങ്ങളും നൽകി സമ്പത്തും സമൃദ്ധിയും കാത്തുരക്ഷിച്ചുവത്രേ. അപ്പോൾ നാരായണമ്മ തന്റെ വീട്ടിലേക്ക് അണ്ണൻ വന്നതറിഞ്ഞ് കാൽ കഴുകാൻ വെള്ളവും ദാഹത്തിന് മോരും നൽകി സൽക്കരിച്ചു. അപ്പോൾ നാരായണ ഭട്ട്, അമ്മേ, എന്നെ ഇങ്ങനെ സൽക്കരിക്കേണ്ട, ഞാൻ രാമദേവനെ കൊണ്ടുവരികയാണ്. നീയും നിന്റെ ഭർത്താവും എന്റെ വീട്ടിലേക്ക് വരണം, നമുക്കെല്ലാവർക്കും പൂജ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സന്തോഷത്തോടെ അതുപോലെ വരാമെന്ന് പറഞ്ഞു. നാരായണമ്മയും ഭർത്താവും നാരായണ ഭട്ടിനോടും രാമദേവനോടും ഒപ്പം പുറപ്പെട്ടു. അവർ ഗ്രാമത്തിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ ഗ്രാമത്തിലെ ചിലർ അവരെ കണ്ട് ഓടിച്ചെന്ന് തങ്ങളുടെ മാതാപിതാക്കളോട്, അയ്യോ നാഗംഭട്ട് സാറേ, നിങ്ങളുടെ മകനും മകളും മരുമകനും മറ്റാരൊക്കെയോ വരുന്നുണ്ട് എന്ന് ഓടിപ്പോയി പറഞ്ഞു. അപ്പോൾ നാരായണ ഭട്ടിന്റെ മാതാപിതാക്കൾ ഓടിവന്ന് സന്തോഷത്തോടെ മകനെയും മകളെയും കെട്ടിപ്പിടിച്ചു. അപ്പോൾ നാരായണ ഭട്ട് നോക്കി, അമ്മേ, എന്നെ തുടരുത്, ഞാൻ ഇപ്പോൾ രാമദേവനെ കൊണ്ടുവരികയാണ്. നിങ്ങൾ എന്റെ വീട്ടിൽ പോയി 4 മൂലകളും തുടച്ചു കറുത്ത ചാണകം മെഴുകി വെളുത്ത കോലമിട്ട് മനോഹരമായി മഞ്ഞൾ തേച്ച് മാവില തോരണങ്ങൾ കെട്ടി ഒരു പീഠത്തിൽ മഞ്ഞൾ തേച്ച് പൊട്ടുതൊട്ട് കിഴക്ക് ദിശയിൽ വടക്കുകിഴക്ക് മൂലയിൽ വെച്ച് രാമദേവന്റെ ചിത്രം വെച്ച് ഗോതമ്പ് നുറുക്ക്, പഞ്ചസാര, പശുവിൻ പാൽ എന്നിവ ചേർത്ത് 5 പ്രസാദ ഉരുളകൾ ഉണ്ടാക്കി പൂജയ്ക്കുള്ളതെല്ലാം തയ്യാറാക്കി എന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ രാമദേവനെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അതോടെ നാഗംഭട്ട് സന്തോഷത്തോടെ വീട്ടിലെത്തി 4 മൂലകളും തുടച്ച് മെഴുകി കോലങ്ങളിട്ട് പച്ചയായി മഞ്ഞൾ തേച്ച് മാവില തോരണങ്ങൾ കെട്ടി 4 മൂലകളിലും തിരഞ്ഞപ്പോൾ ഒരു കേടായ പീഠം കണ്ടു. ആ പീഠത്തിൽ മഞ്ഞൾ തേച്ച് പൊട്ടുതൊട്ട് മകൻ പറഞ്ഞതുപോലെ തയ്യാറാക്കി രാമദേവനെ കൊണ്ടുവരാൻ മകനെ അറിയിച്ചു. അപ്പോൾ നാരായണ ഭട്ട് സന്തോഷത്തോടെ രാമദേവനെ തോളിലേറ്റി ആ ഗ്രാമത്തിലെ 4 തെരുവുകളിലൂടെയും ഘോഷയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുവന്ന് രാമദേവനോട്, പിതാവേ, എന്റെ വീട്ടിൽ അങ്ങ് വലതുകാൽ വെക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ രാമദേവൻ അവരുടെ വീട്ടിൽ വലതുകാൽ വെച്ചപ്പോൾ അത് ഒരു വലിയ ഇന്ദ്രഭവനമായി മാറി. അപ്പോൾ നാരായണ ഭട്ട് രാമദേവനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു അപരാധിയായതുകൊണ്ട് എനിക്കുള്ള ഈ കേടായ പീഠം സിംഹാസനമായി കരുതി ദയവായി അങ്ങ് ഇരിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിച്ചു. ആ വാക്കുകൾ കേട്ട് രാമദേവൻ ദയ തോന്നി ആ പീഠത്തിൽ ഇരുന്നപ്പോൾ അത് വജ്രങ്ങളും വൈഡൂര്യങ്ങളും മാണിക്യങ്ങളും രത്നങ്ങളും പതിച്ച ഒരു സ്വർണ്ണ സിംഹാസനമായി മാറി. അതിൽ ഹനുമാൻ,
സീത, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ തുടങ്ങിയ പരിവാരങ്ങളോടുകൂടി ശ്രീരാമചന്ദ്രമൂർത്തി തന്റെ വീട്ടിൽ ആസീനനായി വിളങ്ങി. അപ്പോൾ രാമദേവന്റെ വ്രതം അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴേക്കും എവിടെ നിന്നോ ഒരു ദരിദ്രനായ ബ്രാഹ്മണൻ വന്ന്, എന്താ നാഗംഭട്ട് സാർ, നിങ്ങളുടെ മകൻ എന്റെ മകളെ വിവാഹം കഴിച്ചുതരാം, സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, വിവാഹം കഴിച്ചുതരാമെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയുമോ ബാബു, ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. നാഗംഭട്ട് സാർ പച്ചപ്പന്തലുകൾ കെട്ടി, കോർത്ത മുത്തുകൾ തോരണങ്ങളായി കെട്ടി, കോർക്കാത്ത മുത്തുകൾ തളമ്പ്രാലായി ഇട്ട് 70 യാഗങ്ങൾ ചെയ്ത നാരായണ ഭട്ടിന്റെ വിവാഹം നടത്തി. നാരായണ ഭട്ടിന്റെ വിവാഹശേഷം നാഗംഭട്ടിന്റെ ഭാര്യ, നാരായണ ഭട്ടിന്റെ ഭാര്യ നാരായണമ്മ, അവളുടെ ഭർത്താവ്, അവരെല്ലാം രാമദേവന്റെ വ്രതം അനുഷ്ഠിച്ച് 5 ആഴ്ചകൾ ഞായറാഴ്ചകളിൽ പൂജ ചെയ്ത് നിവേദ്യം വെച്ച് കഥ മുടങ്ങാതെ പറഞ്ഞുകൊണ്ടിരുന്നു. രാമദേവൻ അവരുടെ ഭക്തിയിൽ പ്രസാദിച്ച് അവരെ രക്ഷിച്ചു. ഈ നോമ്പ് ലോകമെമ്പാടുമുള്ള നോറ്റവരെല്ലാം അഷ്ടൈശ്വര്യവാന്മാരായി സുഖമായി ജീവിച്ചു. അതുപോലെ ശ്രീരാമനവമിക്ക് മുമ്പ് ത്രിനാഥ വ്രതകഥ കേട്ടാൽ മതി, കറുത്ത സ്വർണമാകും, രാജയോഗം ലഭിക്കും. പുരം എന്ന ഗ്രാമത്തിൽ മധുസൂദനൻ എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നതുകൊണ്ട് ഭിക്ഷയാചിച്ചാണ് ജീവിച്ചിരുന്നത്. ആ ബ്രാഹ്മണൻ ഒരു മകൻ ജനിച്ചു. പക്ഷേ മുലപ്പാൽ ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടി ദിവസം തോറും ക്ഷയിച്ചുകൊണ്ടിരുന്നു. കുട്ടി ക്ഷയിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ആ ബ്രാഹ്മണ സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞു, അയ്യോ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. കുട്ടിക്ക് പാലിനായി പാൽ തരുന്ന ഒരു പശുവിനെ കൊണ്ടുവരൂ. ആ വാക്കുകൾ കേട്ട് ഭർത്താവ് പറഞ്ഞു, ഓ ശ്രീരത്നമേ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നമ്മൾ ദരിദ്രരാണ്, പാൽ തരുന്ന പശുവിനെ എങ്ങനെ കിട്ടും? നമുക്ക് ധനരത്നങ്ങളില്ല, ഞാൻ എങ്ങനെ ആളുകൾക്കിടയിൽ ബഹുമാനം നേടും? ആർക്കാണോ ധനസമ്പത്തുള്ളത് അവരെ ലോകം മുഴുവൻ ബഹുമാനിക്കും. അവരെയാണ് എല്ലാവരും ഭയപ്പെടുന്നത്. ബ്രാഹ്മണർക്ക് പോലും സ്വത്തുക്കളുണ്ടെങ്കിൽ മാത്രമേ ദാനധർമ്മങ്ങൾ കൂടുതൽ ചെയ്യൂ. എന്നെപ്പോലുള്ള ഒരു ദരിദ്രനെ ആർ ചോദിക്കും എന്ന് ബ്രാഹ്മണൻ പറയുന്നു. ആ വാക്കുകൾ കേട്ട് ഭാര്യ ദുഃഖിക്കുന്നു. ഓ ബ്രഹ്മാവേ, ഞങ്ങളെപ്പോലുള്ള ദരിദ്രരുടെ വീട്ടിൽ ഈ കുഞ്ഞിനെ എന്തിനാണ് ജനിപ്പിച്ചത്? എന്ത് കഴിച്ചാണ് ഈ കുഞ്ഞ് ജീവിക്കുക? ഈ ശിശുഹത്യ എനിക്ക് ചുറ്റും വരും എന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ട് ഒന്നും തോന്നാതെ ആ ബ്രാഹ്മണൻ ചിന്താകുലനായി വിഷമിച്ച് തന്റെ വീട്ടിലുണ്ടായിരുന്ന കമണ്ഡലവും മറ്റ് ചില്ലറ സാധനങ്ങളും എടുത്ത് ചന്തയിലേക്ക് പോകുന്നു. ആ വസ്തുക്കൾ ചന്തയിൽ വിറ്റ പണത്തിൽ നിന്ന് 50 രൂപ ശ്രദ്ധയോടെ കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൾ ആ പണം പിടിച്ച് സന്തോഷിച്ച് ഭർത്താവിനോട് ഇങ്ങനെ പറയുന്നു, അയ്യോ, ഈ പണം എടുത്തു പോയി പാൽ തരുന്ന ഒരു പശുവിനെ കൊണ്ടുവരൂ എന്ന് പറയുന്നു. തന്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് ആ ബ്രാഹ്മണൻ ആ 50 രൂപയും പിടിച്ച് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിക്കുന്നു. അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ഒരു വലിയ ധനികനായ ഷാഹുക്കാർ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് പോയി. ധനധാന്യങ്ങളുള്ള കുബേരനോട് തുല്യനായി ആ ഷാഹുക്കാർ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വിധി പക്ഷേ മറ്റൊന്നായിരുന്നു. തന്റെ പശുക്കളിൽ ബോധ എന്ന ഒരു പശു ഉണ്ടായിരുന്നു. അത് വളരെ ദുഷ്ടബുദ്ധിയുള്ളതായിരുന്നു. മേയാൻ പുറത്തുപോയാൽ മറ്റുള്ളവരുടെ കൃഷിയിൽ കയറി തിന്നുമായിരുന്നു. ഒരു ദിവസം ഷാഹുക്കാർ നോക്കി നിൽക്കുമ്പോൾ ദരിദ്രന്റെ വയലിൽ കയറി തിന്നുകൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ ആ ഷാഹുക്കാർക്ക് അതിയായ ദേഷ്യം വന്നു. അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഇവളുടെ മുഖം കാണാതെ ഈ പശുവിനെ ഇപ്പോൾ തന്നെ വിറ്റുകളയും. അത് വിലയുള്ള പശുവാണെങ്കിൽ പോലും ഈ ദുഷ്ടബുദ്ധിയുള്ള പശുവിനെ 50 രൂപയ്ക്കാണെങ്കിലും ഞാൻ വിൽക്കും. ഇത് കേട്ടപ്പോൾ ആ ബ്രാഹ്മണനായ മധുസൂദനൻ ആ ഷാഹുക്കാരോട് ഇങ്ങനെ പറഞ്ഞു, ഓ ഷാഹുക്കാർ, കേൾക്കൂ, അത് വിലയുള്ള പശുവാണെങ്കിൽ പോലും നിങ്ങൾ അതിനെ 50 രൂപയ്ക്ക് വിൽക്കുമെന്ന് പറഞ്ഞു. 50 രൂപ ഞാൻ തരാം, പശുവിനെയും കിടാവിനെയും രണ്ടിനെയും എനിക്ക് തരൂ. ഇത് കേട്ടപ്പോൾ ആ ഷാഹുക്കാർ ബ്രാഹ്മണനെ നോക്കി പറഞ്ഞു, നിനക്ക് ഭ്രാന്താണോ? വിലയുള്ള പശുവിനെ 50 രൂപയ്ക്ക് കൊണ്ടുപോകാനോ? പിന്നീട് മനസ്സിൽ ആലോചിച്ചു, അറിയാതെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ബ്രാഹ്മണൻ എവിടെ നിന്നാണ് കേട്ടതെന്ന് അറിയില്ല. ആ പശുവിനെ കൊടുത്തില്ലെങ്കിൽ എനിക്ക് അസത്യദോഷം വരും. അങ്ങനെ ബ്രാഹ്മണൻ പശുവിനെയും കിടാവിനെയും കൊടുത്തു. ബ്രാഹ്മണൻ അവരെയും കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ വീട്ടിലെത്തി. ആ പശുവിനെ കണ്ടപ്പോൾ ബ്രാഹ്മണ സ്ത്രീയുടെ മുഖം ചന്ദ്രനെ കണ്ട താമരയെപ്പോലെ പ്രകാശിച്ചു. അവൾ ഉടൻ തന്നെ പാൽ കറന്ന് തന്റെ മകൻ കൊടുത്ത് വളരെ സന്തോഷിച്ചു. ഇങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ പശു മേയാൻ പോയിട്ട് തിരികെ വന്നില്ല. നേരം വൈകി. എന്നിട്ടും പശു വരാത്തതുകൊണ്ട് ബ്രാഹ്മണൻ അന്വേഷിക്കാൻ പോയി. തെരുവുകളിലും അടുത്തുള്ള കൃഷിസ്ഥലങ്ങളിലും നോക്കി. പശുവിനെ കണ്ടില്ല. നേരം വെളുത്തപ്പോൾ ഉറക്കമുണർന്ന് പശുവിനെ അന്വേഷിച്ചു പുറപ്പെട്ടു. കുറച്ച് ദൂരം നടന്നു പോയപ്പോൾ വഴിയിൽ ഒരു വലിയ മരം കണ്ടു. അതൊരു വലിയ ആൽമരമായിരുന്നു. മധുസൂദനൻ ആ മരത്തിനടുത്ത് ചെന്നു. ബ്രാഹ്മണൻ അറിയാത്ത ഒരു കാര്യം എന്തെന്നാൽ ആ മരത്തിന് മുകളിൽ 3 പേർ ഇരിപ്പുണ്ടായിരുന്നു. അവർ ആരാണെന്ന് വെച്ചാൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരായിരുന്നു. അവരാണ് ത്രിമൂർത്തികൾ. അങ്ങനെയുള്ള ഒരു മരച്ചുവട്ടിൽ ബ്രാഹ്മണൻ ഇരുന്നു ക്ഷീണം തീർത്തു പോകുമ്പോൾ ത്രിമൂർത്തികൾ ബ്രാഹ്മണനെ വിളിച്ച്, ഓ ബ്രാഹ്മണ, നിന്റെ മനസ്സിൽ എന്തിനാണ് ദുഃഖം? നീ എങ്ങോട്ടാണ് പോകുന്നത്?
ആ വിവരം ഞങ്ങളോട് പറയൂ എന്ന് ചോദിച്ചു. ബ്രാഹ്മണൻ കൈകൂപ്പി പറഞ്ഞു, അയ്യോ, ഞാൻ വളരെ ദരിദ്രനാണ്, ഭിക്ഷയാചിച്ച് ജീവിക്കുന്നവനാണ്. എനിക്കൊരു പശു ഉണ്ടായിരുന്നു, അതിനെ കാണാനില്ല. ഇന്ന് ശ്രീപുരം ചന്തയാണ്. ആ ചന്തയിൽ പോയി ഞാൻ അന്വേഷിക്കും. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ആ ചന്തയിൽ വിൽക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിനെ അന്വേഷിച്ചു പോകുന്നത്. ഓ ത്രിനാഥ സ്വാമിമാരെ എന്ന് പറഞ്ഞ് തന്റെ കഥ പറഞ്ഞു. അത് കേട്ട് ത്രിമൂർത്തികൾ ബ്രാഹ്മണനോട് പറഞ്ഞു, നീ ഇപ്പോൾ ചന്തയിലേക്ക് പോകുകയാണല്ലോ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാമോ? ബ്രാഹ്മണൻ എന്ത് സാധനങ്ങളാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ത്രിമൂർത്തികൾ ഇങ്ങനെ പറഞ്ഞു, ഒരു പൈസ കഞ്ചാവ്, ഒരു പൈസ വെറ്റിലയും അടക്കയും, ഒരു പൈസ എണ്ണ മാത്രം കൊണ്ടുവന്ന് തരൂ. അത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, ഓ ത്രിമൂർത്തികളെ, എനിക്ക് പൈസ എവിടെ നിന്ന് കിട്ടും? ഞാൻ ദരിദ്രനായ ബ്രാഹ്മണനാണ്, ഭിക്ഷയാചിച്ച് ജീവിക്കുന്നവനാണ്. അപ്പോൾ ഓ ബ്രാഹ്മണ, കേൾക്കൂ, അങ്ങോട്ട് നോക്കൂ, പുല്ല് കാണുന്നുണ്ടല്ലോ, അതിന്റെ ചുവട്ടിൽ 3 പൈസയുണ്ട് എന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ബ്രാഹ്മണൻ പോയി പുല്ലിന്റെ ചുവട്ടിൽ നോക്കിയപ്പോൾ 3 പൈസയുണ്ടായിരുന്നു. ഇനിയും ഉണ്ടാകുമോ എന്ന് കരുതി ആ മരം കൂടുതൽ ഉയർത്തിക്കൊണ്ടിരുന്നു. അത് കണ്ട ത്രിനാഥന്മാർ പറഞ്ഞു, ഓ ബ്രാഹ്മണ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതിൽ പൈസയില്ല, എത്ര കിട്ടിയോ അത്രയേ ഉണ്ടാകൂ. ആ വാക്കുകൾ കേട്ട് ബ്രാഹ്മണൻ അവിടെ നിന്ന് പോയി. കുറച്ച് ദൂരം പോയി തിരിച്ചു വന്ന് ആ മരച്ചുവട്ടിൽ നിന്ന് കൈകൂപ്പി. അത് കണ്ട ത്രിമൂർത്തികൾ, എന്തിനാണ് തിരിച്ചു വന്നത് എന്ന് ചോദിച്ചു. അതിന് ബ്രാഹ്മണൻ, നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ എന്തിൽ കൊണ്ടുവരണം എന്ന് ചോദിച്ചു. അതിന് ത്രിനാഥന്മാർ, നിന്റെ ഗവാഞ്ചിയിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അത് കേട്ട് ബ്രാഹ്മണൻ, എന്ന ഗവാഞ്ചിയിൽ എങ്ങനെ വരും? നിങ്ങൾ ലോകസൃഷ്ടാക്കളാണ്, എന്നോട് കപടം പറയുകയാണോ എന്ന് പറഞ്ഞപ്പോൾ ത്രിമൂർത്തികൾ, ഞങ്ങളുടെ നാമം സ്മരിച്ച് എണ്ണ ഗവാഞ്ചിയിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി. ആനന്ദത്തോടെ ബ്രാഹ്മണൻ ശ്രീപുരം ചന്തയിൽ പ്രവേശിച്ചു. പശുക്കളെ വിൽക്കുന്ന ചന്തയിൽ പോയി നോക്കിയപ്പോൾ തന്റെ പശുവിനെ കണ്ടില്ല. ഇലകളും ചില്ലകളും കഞ്ചാവും എടുത്ത് എണ്ണയെക്കുറിച്ച് അറിയാൻ ചന്തയിലേക്ക് പോയി എണ്ണക്കച്ചവടക്കാരനോട് എണ്ണ ചോദിച്ചു. ഖവാഞ്ച കാണിച്ച് അതിൽ ഒരു പൈസയുടെ എണ്ണ ഒഴിക്കാൻ പറഞ്ഞു. ഇത് കണ്ട എണ്ണക്കച്ചവടക്കാരൻ ബ്രാഹ്മണൻ ഒരു ഭ്രാന്തനാണെന്ന് കരുതി എണ്ണയില്ലെന്ന് പറഞ്ഞു. അവിടെ നിന്ന് മറ്റൊരു വൃദ്ധനായ എണ്ണക്കച്ചവടക്കാരനോട് എണ്ണ ചോദിച്ചു. ആ വൃദ്ധൻ നോക്കി എത്ര എണ്ണയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു പൈസയുടെ എണ്ണ മാത്രമേ കൊണ്ടുപോകൂ എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. എണ്ണക്കച്ചവടക്കാരൻ എണ്ണ അളന്നു. ബ്രാഹ്മണൻ ഗവാഞ്ച കാണിച്ചു. അപ്പോൾ എണ്ണക്കച്ചവടക്കാർ, ഈ ബ്രാഹ്മണൻ വിചിത്ര സ്വഭാവക്കാരനാണ്, ഇവനെ കബളിപ്പിച്ച് ഒരു പൈസ വാങ്ങാമെന്ന് ആലോചിച്ച് അളക്കുന്ന പാത്രം കമഴ്ത്തി എണ്ണ അളന്നു കൊടുത്തു. ബ്രാഹ്മണൻ ഗവാഞ്ചയുടെ അറ്റം പിടിച്ച് അവിടെ നിന്ന് പോയി. അപ്പോൾ എണ്ണക്കച്ചവടക്കാരന്റെ കുടത്തിൽ എണ്ണ അല്പം പോലും ഇല്ലാതായി. അത് കണ്ട എണ്ണക്കച്ചവടക്കാരൻ ബോധരഹിതനായി. എല്ലാ എണ്ണക്കച്ചവടക്കാരും ഓടിവന്ന് വൃദ്ധന്റെ മുഖത്ത് വെള്ളം തളിച്ച് ആശ്വസിപ്പിച്ച് ഇരുത്തി. എന്ത് പറയാനാണ്, എവിടെ നിന്നോ ഒരു ബ്രാഹ്മണൻ വന്ന് ഒരു ഗിദ്ദ എണ്ണ വാങ്ങി. ഇപ്പോൾ ഇങ്ങനെ പോയി കുടത്തിൽ നോക്കിയപ്പോൾ എണ്ണയില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ദുഃഖിച്ചു. ആ ബ്രാഹ്മണൻ ഞങ്ങളുടെ അടുത്തും വന്ന് ഞങ്ങളോടും എണ്ണ ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പോയി. അതേ എണ്ണ എല്ലാവരും ദുഃഖിച്ച് ഓടിച്ചെന്ന് ബ്രാഹ്മണന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ബ്രാഹ്മണൻ കേൾക്കുക, നിങ്ങൾ എണ്ണ വാങ്ങിയല്ലോ, അത് അളവിൽ കുറവാണ്, പൂർണ്ണമായി തരാം, കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. അതോടെ മധുസൂദനൻ വീണ്ടും ചന്തയിലേക്ക് പോയി. ഇത്തവണ ആദ്യം കൊണ്ടുവന്ന ഗിദ്ദ കൊണ്ട് എണ്ണ കൃത്യമായി അളന്നപ്പോൾ പതിവ് പോലെ ആ എണ്ണപാത്രം നിറഞ്ഞു. അത് കണ്ട വൃദ്ധനായ വ്യാപാരി, അതായത് എണ്ണ വിൽക്കുന്നയാൾ, സന്തോഷിച്ചു. ബ്രാഹ്മണന്റെ ഗവാഞ്ചയിൽ എണ്ണ വെച്ചു. അത് പിടിച്ച് ബ്രാഹ്മണൻ പോയി. അങ്ങനെ ബ്രാഹ്മണൻ ത്രിമൂർത്തികളുടെ അടുത്ത് ചെന്ന് അവർക്ക് സാധനങ്ങൾ കൊടുത്ത് യാത്ര ചോദിച്ചു. യാത്ര ചോദിച്ചപ്പോൾ ത്രിമൂർത്തികൾ ബ്രാഹ്മണനോട് ഇങ്ങനെ പറഞ്ഞു. ഓ, നിന്റെ കഷ്ടപ്പാട് കണ്ട് ഞങ്ങളുടെ മനസ്സിൽ ദയ തോന്നി. ഒരു കാര്യം കേൾക്കുക, നീ ത്രിനാഥന്മാരെ പൂജിച്ചാൽ നിന്റെ ദാരിദ്ര്യം ഇല്ലാതായി വലിയ സമ്പത്ത് ഉണ്ടാകുമെന്ന്. ത്രിനാഥന്മാർ എന്ന് കേട്ടപ്പോൾ ബ്രാഹ്മണൻ, സ്വാമി, ഏതൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് അങ്ങയെ പൂജിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ത്രിനാഥന്മാർ ഇങ്ങനെ പറഞ്ഞു. ഓ ദ്വിജൻ, കേൾക്കുക, ഞങ്ങളുടെ പൂജയ്ക്ക് അധികം പണം ആവശ്യമില്ല, കുറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ തൃപ്തരാകും. ഇപ്പോൾ നീ കൊണ്ടുവന്ന 3 പൈസയുടെ സാധനങ്ങൾ മതി. ത്രിമൂർത്തികളുടെ പൂജാദ്രവ്യങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് തന്നെ ഞങ്ങളെ പൂജിക്കുക. മണിച്ചിരട്ടകളിൽ കഞ്ചാവ് വെച്ച് അതിൽ തീയിട്ട് ധൂപം അർപ്പിക്കണം. 3 വിളക്കുകൾ വെച്ച് അതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് ഇലിച്ചീളുകൾ തയ്യാറാക്കി വെച്ച് രാത്രിയുടെ ആദ്യാമത്തിൽ നിന്റെ വീട്ടിലേക്ക് നിന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ വെച്ച് എല്ലാ പദാർത്ഥങ്ങളും സ്വാമിമാർക്ക് സമർപ്പിക്കണം. അങ്ങനെ ചെയ്താൽ എല്ലാ പാപങ്ങളും നശിക്കും എന്ന് ത്രിമൂർത്തികൾ മധുസൂദനനോട് പറഞ്ഞു. അത് കേട്ട് മധുസൂദനൻ പൂജ ചെയ്യാൻ തുടങ്ങി. മരച്ചുവട്ടിൽ പൂജ ആരംഭിച്ച് കഞ്ചാവ് ആദ്യം തയ്യാറാക്കി. അപ്പോൾ ത്രിമൂർത്തികൾ നിന്റെ വസ്ത്രത്തിന്റെ അറ്റം കീറി തിരികൾ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ, ദ്വിജൻ, ഞാൻ ഒരു ദരിദ്രനായ ബ്രാഹ്മണനാണ്, ഭിക്ഷയെടുത്ത് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി കുടുംബം പോറ്റുന്നു.
അന്നവസ്ത്രങ്ങൾക്കായി ഞാൻ വളരെ കഷ്ടപ്പെടുന്നു. വിളക്ക് കത്തിക്കാൻ തീയില്ല. എന്റെ വസ്ത്രത്തിന്റെ അട്ടം തിരികൾക്ക് യോജിച്ചതാണ്. എന്റെ പശുവിനെ കള്ളന്മാർ കൊണ്ടുപോയി. എന്റെ കുടുംബം ഉപവാസത്തോടെ കാത്തിരിക്കുന്നു. ഞാൻ എങ്ങനെ മനസ്സറിഞ്ഞ് പൂജ ചെയ്യും എന്ന് പറഞ്ഞ് വെറുപ്പോടെ ദ്വിജൻ ഇരുന്നു. അത് കണ്ട ത്രിമൂർത്തികൾ, ഓ ദ്വിജ, മനസ്സിൽ വിഷമിക്കരുത്. നിന്റെ പശുവിനെയും കിടാവിനെയും തിരികെ കിട്ടും. നീയും നിന്റെ കുടുംബവും സന്തോഷത്തോടെ ജീവിക്കും. വസ്ത്രങ്ങളും ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ കൈകൂപ്പി, സ്വാമിമാരെ, അങ്ങനെയുള്ള ഭാഗ്യം എനിക്ക് എപ്പോഴാണോ ലഭിക്കുന്നത് അപ്പോൾ 5 മേളങ്ങൾ സ്വാമിമാർക്ക് നൽകാം എന്ന് പറഞ്ഞു. ഈ വാക്ക് സത്യമാണെന്ന് പറഞ്ഞു. വിളക്ക് കത്തിക്കാൻ തീയില്ലല്ലോ, ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ത്രിമൂർത്തികൾ, ഓ ബ്രാഹ്മണ, നിന്റെ 2 കണ്ണുകളും അടയ്ക്കുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ബ്രാഹ്മണൻ കണ്ണുകൾ അടച്ചപ്പോൾ അപ്രതീക്ഷിതമായി വിളക്ക് തെളിഞ്ഞു. അത് കണ്ട് ബ്രാഹ്മണൻ സന്തോഷിച്ച് സ്വാമിക്ക് മേളം സമർപ്പിച്ചു. മേളം നൽകി സന്തോഷത്തോടെ ബ്രാഹ്മണൻ കൈകൂപ്പി സാഷ്ടാംഗ പ്രണാമം ചെയ്തു. മധുസൂദനൻ അങ്ങനെ ത്രിനാഥ പൂജ ചെയ്ത് ത്രിമൂർത്തികളിൽ നിന്ന് അനുവാദം വാങ്ങി കുറച്ചു ദൂരം നടന്നു പോകുമ്പോൾ വഴിയിൽ പശുവിനെയും കിടാവിനെയും കണ്ട് സന്തോഷിച്ച്, ത്രിനാഥന്മാർ എന്നോട് ദയ കാണിച്ച് പശുവിനെയും കിടാവിനെയും കൊണ്ടുവന്നു തന്നു. ഞാൻ അവരുടെ പൂജ നന്നായി ചെയ്തു എന്ന് വിചാരിച്ച് പശുവിനെയും കിടാവിനെയും തെളിച്ച് വീട്ടിലെത്തി. നോക്കിയപ്പോൾ തന്റെ വീട്ടിൽ ഐശ്വര്യങ്ങളും സമ്പത്തും നിറഞ്ഞിരിക്കുന്നു. അത് കണ്ട് വളരെയധികം സന്തോഷിച്ച് വളരെ ശ്രദ്ധയോടെ പൂജ ആരംഭിച്ചു. ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി അറിയിച്ചു. തന്റെ സുഹൃത്തുക്കളെ വിളിച്ച് മുൻപത്തെ പോലെ മേളം സമർപ്പിച്ചു. മേളം ചെയ്യുന്ന രീതി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവരും സമ്മതിച്ചു. ആ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും ത്രിനാഥ പൂജ ചെയ്തു. എല്ലാവരുടെയും വീടുകളിൽ സുഖസന്തോഷങ്ങൾ നിറഞ്ഞു. അതുകൊണ്ട് എല്ലാ വ്യാപാരികളും അവരുടെ ബിസിനസ്സുകൾ അടച്ചുപൂട്ടി. എല്ലാവരും ആ രാജ്യത്തെ രാജാവിന്റെ അടുത്ത് പോയി പരാതിപ്പെട്ടു. അവരെ കണ്ടപ്പോൾ രാജാവ്, നിങ്ങളെല്ലാവരും എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ, ദയവായി ഞങ്ങളുടെ പരാതി കേൾക്കണം. മധുസൂദനൻ എന്ന ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ ഭിക്ഷയാചിച്ച് ജീവിച്ചിരുന്നു. അവൻ ശ്രീപുരത്ത് പോയി വന്ന് ത്രിനാഥമേള ആചരിച്ചു. ത്രിനാഥന്മാർ ഏത് ദേവന്മാരാണ്? ആ ബ്രാഹ്മണൻ അവരെ പൂജിച്ചപ്പോൾ അവൻ എല്ലാ സമ്പത്തും ലഭിച്ചു. ഗ്രാമത്തിലെ എല്ലാ കർഷകരും ത്രിനാഥമേള നടത്തി. അന്ധരും മുടന്തരും എല്ലാവരും ഈ മേള നടത്തി. എല്ലാവർക്കും മോക്ഷം ലഭിച്ചു. ധനധാന്യങ്ങൾ ലഭിച്ച് കുബേരനെ പോലെയായി. ഞങ്ങളുടെ ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ക്രയവിക്രയങ്ങൾ എങ്ങനെ നടക്കും എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ആ വാക്കുകൾ കേട്ട് വളരെ ദേഷ്യപ്പെട്ട് എല്ലാ ജനങ്ങളെയും വിളിച്ച് ദേഷ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു, ത്രിനാഥന്മാർ എന്ന ദേവന്മാർ ഏത് ദേവന്മാരാണ്? നിങ്ങൾ എന്തിനാണ് അവരെ പൂജിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങൾ ആ പൂജ ചെയ്യരുത്. എന്റെ വാക്ക് കേൾക്കാതെ ആ പൂജ ആർ ചെയ്യുന്നുവോ അവർ 500 രൂപ പിഴ നൽകി 6 മാസം തടവിൽ കഴിയണം എന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ പൂജ ചെയ്താൽ ശൂലം ചെയ്യപ്പെടും എന്ന് രാജാവ് എല്ലാ ജനങ്ങൾക്കും താക്കീത് നൽകി അയച്ചു. ഈ വിവരം ത്രിനാഥന്മാർ അറിഞ്ഞ് അവർ ആ രാജാവിന് ശിക്ഷ വിധിച്ചു. അതിന്റെ ഫലമായി രാജകുമാരൻ മരിച്ചു. നഗരത്തിൽ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളും രാജാവിന്റെ അടുത്തേക്ക് ഓടുന്നു. രാജാവ് ദൈവകൃപ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് തന്റെ മകൻ മരിച്ചതെന്ന് കരുതുന്നു. മകന്റെ മുഖം നോക്കി രാജാവ് കരയുന്നു. അമ്മയും ബന്ധുക്കളും മറ്റുള്ളവരും ദുഃഖിക്കുന്നു. ദഹിപ്പിക്കാനായി സ്വർണഭദ്ര നദിയുടെ തീരത്ത് ആ ശവം വെച്ചു. രാജാവിന്റെ ദുഃഖം കണ്ട ത്രിനാഥന്മാർക്ക് ദയ തോന്നി. രാജകുമാരനെ ജീവിപ്പിച്ചാൽ നമുക്ക് പേരും പ്രശസ്തിയും ലഭിക്കുമെന്ന് നന്നായി ആലോചിച്ച് ബ്രാഹ്മണ രൂപത്തിൽ ആ ശ്മശാനത്തിലേക്ക് വന്നു. ആ ബ്രാഹ്മണന്മാർ രാജാവിനെയും അവരുടെ കൂട്ടത്തെയും കണ്ട്, നിങ്ങളെല്ലാവരും ഈ നദീതീരത്തേക്ക് എന്തിനാണ് വന്നത്? എന്തിനാണ് ദുഃഖിക്കുന്നത്? എന്തിനാണ് ദുഃഖിതരായി ഇരിക്കുന്നത്? ഈ കുട്ടി എന്തിനാണ് കിടക്കുന്നത്? ഇവന്റെ ശരീരത്തിൽ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ത്രിമൂർത്തികളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോട് എന്ത് പറയാനാണ്? രാജകുമാരൻ മരിച്ചു. രാജാവ് എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷേ ഇവൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ, ഈ കുട്ടി മരിച്ചിട്ടില്ല. ത്രിനാഥന്മാർക്ക് രാജാവ് അപരാധം ചെയ്തതുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ത്രിനാഥന്മാരെ പൂജിച്ചാൽ ഈ കുട്ടി എഴുന്നേറ്റ് ഇരിക്കും. ഞങ്ങളുടെ മേള നടത്താൻ രാജാവ് സമ്മതിക്കുകയാണെങ്കിൽ ഈ രാജകുമാരൻ ജീവിക്കും എന്ന് പറഞ്ഞ് ത്രിനാഥമൂർത്തികൾ അപ്രത്യക്ഷരായി. എല്ലാവരും അവരുടെ വാക്കുകൾ കേട്ട് ത്രിനാഥ സ്വാമികളുടെ പേരുകൾ ആ രാജകുമാരന്റെ ചെവിയിൽ പറഞ്ഞു. 7 മേളകൾ നടത്താൻ സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചയുടൻ രാജകുമാരൻ എഴുന്നേറ്റ് ഇരുന്നു. അത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു. അപ്പോൾ ത്രിമൂർത്തികളുടെ പേര് അവർ വീണ്ടും വീണ്ടും സ്മരിച്ചു. എല്ലാവരുടെയും വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ സമുദ്രത്തിന്റെ ഗർജനം പോലെ കേട്ടു. അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു വ്യാപാരി ആ ഗ്രാമത്തിലൂടെ തന്റെ കപ്പലുകളിൽ വിദേശങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. ആ കപ്പൽ ഓടിച്ച് സ്വർണഭദ്ര നദിയുടെ തീരത്ത് പ്രവേശിച്ചു. ശബ്ദമുണ്ടാക്കിയ സ്ഥലത്തിനടുത്തേക്ക് പോയി. അവരെ കണ്ട്, ജനങ്ങളെ, ത്രിനാഥന്മാരുടെ പേരുകൾ എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് അവരെ സ്മരിക്കുന്നത്?
കേൾക്കാൻ ശ്രദ്ധേയമായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ രാജാവിന്റെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു: ഓ വ്യാപാരി, കേൾക്കൂ. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരാണ് ത്രിനാഥസ്വാമികൾ. അങ്ങനെയുള്ള പ്രഭുക്കന്മാരെ ഞങ്ങളുടെ രാജാവ് നിന്ദിച്ചതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനായി. ആ കുറ്റം കാരണം അദ്ദേഹത്തിന്റെ മകൻ മരിച്ചതുകൊണ്ട് ഞങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അഗ്നിസംസ്കാരം നടത്താൻ ഇരിക്കുകയായിരുന്നു. ഇത് കണ്ട് പ്രഭുക്കന്മാർക്ക് ദയ തോന്നി വന്ന് രാജകുമാരനെ ജീവിപ്പിച്ചു. അതിനെ 7 മേളകൾ നടത്താൻ ഞങ്ങൾ സമ്മതിച്ചു. ഉടൻ തന്നെ രാജകുമാരൻ ജീവിച്ച് ഇരുന്നു എന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ഷാഹുക്കാർ മനസ്സിൽ സന്തോഷിച്ച് അങ്ങനെയുള്ള പ്രഭുക്കന്മാർ എവിടെയായിരിക്കും? മരിച്ച രാജകുമാരൻ ജീവിച്ച് ഇരുന്നു. എന്റെ കപ്പലുകൾ കരയിൽ തടസ്സപ്പെട്ട് കിടക്കുന്നു. ഞാൻ ഈ കപ്പലിൽ പോയി വരാം. എന്റെ വീട്ടിൽ സുഖമായി എത്തിച്ചേരാം. എനിക്ക് വ്യാപാരത്തിൽ നഷ്ടം വരാതിരിക്കുകയാണെങ്കിൽ പ്രഭുക്കന്മാർക്ക് 5 മേളകൾ നടത്താം എന്ന് മനസ്സിൽ സങ്കൽപ്പിച്ച് കപ്പലിൽ കയറി ഓടിച്ചുപോയി. വിദേശത്ത് പോയി അവിടെ വലിയ ലാഭം നേടി തിരിച്ചുവന്ന് കപ്പൽ നദിയുടെ കരയിൽ നങ്കൂരമിട്ട് വീട്ടിലേക്ക് പോയി. തന്റെ എല്ലാ ജോലിക്കാരും കപ്പലിലെ ധനം ചുമന്നു കൊണ്ടുപോയി. ധനം വീട്ടിൽ വെച്ച് ഷാഹുക്കാർ സന്തോഷത്തോടെ ഇരുന്നു. ധനം കണ്ട് പ്രഭുക്കന്മാരുടെ മേളകൾ മറന്നുപോയി. അതുകൊണ്ട് പ്രഭുക്കന്മാർക്ക് കോപം വന്ന് ശിക്ഷിച്ചു. അതോടെ കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ജോലിക്കാരും വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതറിഞ്ഞ അയാൾ ഭൂമിയിൽ വീണ് നിലവിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തുനിന്ന് ത്രിനാഥന്മാർ: നീ ഞങ്ങൾക്ക് മേളകൾ തരാമെന്ന് മറന്നുപോയി. അതുകൊണ്ടാണ് കപ്പൽ മുങ്ങിയത്. നീ 5 മേളകൾ സമർപ്പിച്ചാൽ നിന്റെ കപ്പൽ നിനക്ക് തിരികെ ലഭിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് ഷാഹുക്കാർ മനസ്സിൽ ദുഃഖിച്ച്: മുമ്പ് ഞാൻ സങ്കല്പം ചെയ്തിരുന്നു, പ്രഭുക്കന്മാരുടെ മഹിമ മറന്നുപോയി. ഇപ്പോൾ തന്നെ ത്രിനാഥന്മാർക്ക് മേള നൽകാം എന്ന് മനസ്സിൽ നിശ്ചയിച്ച് മേളയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വരുത്തിച്ച് സുഹൃത്തുക്കളെ വിളിച്ച് പ്രഭുക്കന്മാർക്ക് മേള സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വെള്ളത്തിൽ മുങ്ങിയ കപ്പൽ ഉടൻ തന്നെ പൊങ്ങിവന്നു. അത് കണ്ട് അയാൾക്ക് അടക്കാനാവാത്ത സന്തോഷം തോന്നി. പരിചാരികമാരും ജോലിക്കാരും കപ്പലിലുണ്ടായിരുന്ന ബാക്കി ധനം വീട്ടിലേക്ക് കൊണ്ടുപോയി. ധനം ചുമപ്പിച്ച് ഷാഹുക്കാർ വീട്ടിൽ പ്രവേശിച്ചു. കഞ്ചാവിന്റെ ഇലകളും തടികളും എല്ലാം സ്വാമിക്ക് മേള സമർപ്പിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. രാജ്യം മുഴുവൻ ത്രിനാഥ സ്വാമി മേളയെക്കുറിച്ച് അറിയിപ്പുകൾ അയച്ചു. മേള കാണാൻ എല്ലാവരും വന്നുകൊണ്ടിരുന്നു. ഈ അവസ്ഥയിൽ ഒരു അന്ധൻ വഴിപോക്കരോട്: അണ്ണാ, നിങ്ങളാരാണ്? നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അവർ മേള കാണാൻ പോകുകയാണെന്ന് പറഞ്ഞു. അത് കേട്ട് അന്ധൻ: എനിക്ക് കണ്ണുകൾ കാണില്ല, നിങ്ങളെല്ലാവരും കണ്ണുകൊണ്ട് കാണുന്നു, ഞാൻ എന്തുകൊണ്ടാണ് കാണുക എന്ന് ചോദിച്ചപ്പോൾ, അന്ധാ, ത്രിനാഥ സ്വാമിയെ ഭജിക്കൂ, നിന്റെ കണ്ണുകൾ നന്നായി കാണും, പ്രഭുക്കന്മാരുടെ മഹിമ കാണാം എന്ന് പറഞ്ഞ് അവരെല്ലാം മേളയുടെ അടുത്തേക്ക് പ്രവേശിച്ചു. അന്ധൻ ആ വഴിയിൽ ഇരുന്ന് സ്വാമിയെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കണ്ണുകൾ കണ്ടു തുടങ്ങി. അപ്പോൾ അന്ധൻ കുറച്ച് ദൂരം പോയി. വഴിയിൽ ഒരു മുടന്തൻ, പൊട്ടൻ, ഇരിപ്പുണ്ടായിരുന്നു. ആ മുടന്തൻ അന്ധനെ കണ്ട്: നീ അന്ധനാണ്, ഇത്രയും കഷ്ടപ്പെട്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അന്ധൻ: അണ്ണാ, ഞാൻ മേള കാണാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് മുടന്തൻ: സ്വാമിയുടെ ദയ എന്റെ മേലില്ല, കൈകളും കാലുകളുമില്ലാത്ത ഞാൻ എങ്ങനെ നടക്കും? നിനക്ക് കാലുകളുണ്ട്, നടന്നുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ധൻ: നീ ത്രിനാഥ സ്വാമിയെ ഭജിക്കൂ, നിന്റെ കൈകളും കാലുകളും നന്നായി കാണും. ഒരു നിമിഷം കൊണ്ട് നമ്മൾ 2 പേരും ഒരുമിച്ച് പോകാം. ഞാൻ വെറും അന്ധനാണ്, ഒരു തരിപോലും കണ്ണുകൾ കാണുന്നില്ല. ത്രിനാഥ സ്വാമിയെ ഭജിച്ചതുകൊണ്ട് കുറച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് നീയും സ്വാമിയെ ഭജിക്കുന്നവനാണെങ്കിൽ നിന്റെ ദുരിതങ്ങൾ ഇല്ലാതാക്കും എന്ന് പറഞ്ഞപ്പോൾ മുടന്തൻ ത്രിനാഥ എന്ന് ഭജിച്ചു. അന്ധനായ അണ്ണാ, നിനക്ക് കാലുകളുണ്ട്, നടക്കാൻ കഴിയും, ഞാൻ എങ്ങനെ നടക്കും? എന്നെ നിന്റെ തോളിൽ ഇരുത്തി സാവധാനം നടന്നുപോകൂ, ഞാൻ വഴി കാണിച്ചുകൊണ്ടിരിക്കാം. തീർച്ചയായും നമ്മൾ 2 പേരും മേളയിൽ എത്തിച്ചേരും എന്ന് മുടന്തൻ പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് അന്ധൻ മുടന്തനെ തോളിൽ ഇരുത്തി സാവധാനം നടന്നുപോയി. ഇടയ്ക്ക് അന്ധൻ: കൂട്ടുകാരാ, കണ്ണുകൾ ഇപ്പോൾ വ്യക്തമായി കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുടന്തൻ: അയ്യോ, ഇപ്പോൾ എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ രീതിയിൽ അന്ധനും മുടന്തനും ഒരുമിച്ച് ത്രിനാഥ സ്വാമി മേളയുടെ അടുത്തേക്ക് പ്രവേശിച്ചു. മേള നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാ ദിവസവും ഒരു വൈഷ്ണവൻ വരാറുണ്ടായിരുന്നു. ത്രിനാഥ് മേള കഴിയുന്നതിന് മുൻപ് അയാൾ എപ്പോഴും വീട്ടിലേക്ക് പോകുമായിരുന്നു. ഇന്ന് അയാളെ നമ്മുടെ അടുത്ത് ഇരുത്തരുത് എന്ന് മേള നടത്തുന്നവരെല്ലാം വിചാരിച്ചു. വൈഷ്ണവൻ വന്നപ്പോൾ അവർ അയാളോട് പറഞ്ഞു: മേള കഴിയുന്നതിന് മുൻപ് നിങ്ങൾ പോകുന്നതുകൊണ്ട് മേളയിലേക്ക് വരുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞിരിക്കുന്നു. അപ്പോൾ വൈഷ്ണവൻ പറഞ്ഞു: എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ തെറ്റ് ക്ഷമിക്കണം. ഇനി മേള കഴിയാതെ ഞാൻ പോകില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. എന്റെ ഗുരു ഇവിടെ വന്നാലും ഞാൻ പോകില്ല. എന്നാൽ അപ്പോഴേക്കും ഗുരു വന്ന് വൈഷ്ണവന്റെ വീട്ടിലേക്ക് പോയിരുന്നു. എന്റെ ശിഷ്യൻ എവിടെ പോയി? ഇന്ന് എന്തുകൊണ്ടാണ് അവൻ എന്റെ അടുത്തേക്ക് വരാത്തത് എന്ന് വൈഷ്ണവനെക്കുറിച്ച് അവന്റെ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അവൾ അയാളോട് പറഞ്ഞു: എന്റെ മകൻ മേളയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഗുരു ചോദിച്ചു: ആരുടെ മേളയാണ്?
അതിന് ആ വൃദ്ധ പറഞ്ഞു, ത്രിനാഥന്റെ മേളയാണ്. ആ വാക്കുകൾ കേട്ട് ഗുരു അവിടേക്ക് പോയി നോക്കിയപ്പോൾ എല്ലാവരും ഭക്തിയോടെ സ്വാമിയെ പൂജിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഗുരുവിന് ദേഷ്യം വന്ന് അവരെ ശകാരിക്കുകയും മേളയുടെ സ്ഥലവും സാധനങ്ങളും കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വൈഷ്ണവനെ പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയി. കുറച്ച് ദൂരം പോയപ്പോൾ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. കനത്ത ഇരുട്ടായതുകൊണ്ട് വഴി കാണാൻ കഴിഞ്ഞില്ല. ഗുരുവും ശിഷ്യനും ചിതറിപ്പോയി. വളരെ കഷ്ടപ്പെട്ട് ഗുരുവിന്റെ വീട്ടിലെത്തി. ഗുരു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവന്റെ അമ്മ ഉമ്മറപ്പടിയിൽ ഇരുന്ന് കരയുകയായിരുന്നു. ഗുരു അത്ഭുതപ്പെട്ട് അകത്ത് ചെന്ന് നോക്കിയപ്പോൾ അവന്റെ ഭാര്യയും മകനും മരിച്ചിരുന്നു. അവരെ കണ്ടപ്പോൾ ഗുരു ബോധരഹിതനായി. ശിഷ്യൻ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തി മുഖത്ത് വെള്ളം തളിച്ചു പറഞ്ഞു, അയ്യോ, അങ്ങ് ത്രിനാഥ സ്വാമിയോട് തെറ്റുകൾ ചെയ്തു. ത്രിനാഥ മേളയെ നശിപ്പിച്ചു. അതുകൊണ്ടാണ് അങ്ങേക്ക് ഈ ദുരവസ്ഥ വന്നത്. അങ്ങ് നിഷ്ഠയോടെ സ്വാമിയുടെ മേള നടത്തിയാൽ അങ്ങയുടെ ഭാര്യയും മക്കളും ജീവിക്കും. ശിഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ വാക്കുകൾ കേട്ട് ഗുരു 5 മേളകൾ നടത്താൻ സമ്മതിച്ച ഉടൻ ഭാര്യയും മക്കളും എഴുന്നേറ്റ് ഇരുന്നു. ത്രിനാഥ മേള നശിപ്പിച്ചതിന് സ്വാമി എനിക്ക് തക്ക ശിക്ഷ നൽകി. ഞാൻ ഒരു മണ്ടനാണ്, അധമനാണ്. പ്രഭുവിന്റെ മഹിമ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് പ്രഭുവിനോട് ക്ഷമ ചോദിച്ച് മേളകൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വരുത്തി എല്ലാവരുമായി ചേർന്ന് മേള സമർപ്പിച്ചു. എണ്ണയുടെ ഭാഗം തീർന്നു. പ്രഭുവിന്റെ പൂജ കഴിഞ്ഞു. ഇലകളും ചക്കകളും കഞ്ചാവും എല്ലാവരും പങ്കിട്ട് സേവിച്ച് സുഖം അനുഭവിച്ചു. ഈ ചരിത്രം ആര് കേൾക്കുന്നുവോ അവർക്ക് കുഷ്ഠരോഗവും അന്ധതയും മാറി രക്ഷപ്പെടും. മക്കളില്ലാത്ത സ്ത്രീ നിർമ്മലമായി കേട്ടാൽ മക്കൾ ജനിക്കും. ആരെങ്കിലും പരിഹസിച്ചാൽ മുടന്തും അന്ധതയും ഉണ്ടാകും. അതുകൊണ്ട് രാമനവമിക്ക് മുമ്പ് ഈ കഥകൾ കേട്ടാൽ മതി, ഈ വീഡിയോ കണ്ടാൽ മതി. ഭാഗ്യം നിങ്ങളുടെ വാതിൽക്കൽ മുട്ടിയതുപോലെയാണ്. രാമനവമിക്ക് മുമ്പ് ആരെല്ലാം ഈ കഥകൾ കേൾക്കുന്നുവോ അവർക്കുള്ള എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകും. ശ്രീരാമന്റെ അനുഗ്രഹത്താൽ എല്ലാ ഐശ്വര്യങ്ങളും സിദ്ധിക്കും. നിങ്ങളുടെ ജാതകം മാറും. നിങ്ങളുടെ ദശ മാറും. പിടിക്കുന്നതെല്ലാം സ്വർണമാകും. രാജയോഗം ഉണ്ടാകും. നിരവധി ജന്മങ്ങളിലെ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കാണാൻ കഴിയൂ.